ഇപ്പോൾ ബേസിക്കലി ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് വോണ്ട് ടു സ്പെൻഡ് ടൈം ഓൺ എക്സ്പ്ലെയിനിങ് അബൌട്ട് ദി YAP പ്രോഗ്രാം ആസ് സച്ച്. അതിൻ്റെ ഒരു ആവശ്യമില്ല. ബേസിക്കലി നിങ്ങൾക്കെല്ലാം കഴിഞ്ഞ വർഷങ്ങളായിട്ട് പ്രോഗ്രാം എങ്ങനെയാണ് റൺ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അറിയും. സോ ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദി നെറ്റിഗ്രിറ്റി ഓഫ് ദി പ്രോഗ്രാം. അതിൻ്റെ എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, ബിക്കോസ് യു നോ. പക്ഷെ ഇതിനകത്ത് നമ്മൾ കാണുന്ന ഒരു ചാലഞ്ച് ബേസിക്കലി ദർ ആർ 2 ആസ്പെക്ട്സ്. 2 ആസ്പെക്ട്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഐഡിയാസ് യു കനോട്ട് ബൈ ഐഡിയാസ് ഫ്രം എനിവെയർ. നമുക്ക് ഒരിടത്തും പോയി നമുക്ക് ഐഡിയ ബൈ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി ടു ജനറേറ്റ് ഐഡിയാസ്. ആ ഐഡിയാസ് അങ്ങനെ പെട്ടെന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പം YAP കുറിച്ച് പറയുമ്പോൾ വി സേ ദാറ്റ് വി ആർ ട്രൈങ് ടു ഡെമോക്രറ്റൈസ് ഇന്നോവേഷൻ ഡെമോക്രറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുമെങ്കിൽ പോലും വൺ ഓഫ് ദി ചലഞ്ച് വി ഫേസസ് ലൈക്ക് ഹൗ ഈ ഐഡിയാസിനെ നമുക്കൊരു ഒരു ഐഡിയ പുതിയതായിട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. അപ്പം അതെങ്ങനെ നമുക്ക് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാം. ആൻഡ് ആസ് ഫാക്കൽറ്റി, ആസ് ടീച്ചേഴ്സ് നമുക്കൊരു ബേസിക് റോളുണ്ട്. അതായത് ഈ ഐഡിയാസിനെ നമുക്കൊരു നല്ലൊരു ഉപയോഗപ്രദമാകുന്ന രീതിയിലേക്ക് നമുക്കിതിനെ ഐഡിയകളെ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ഈ ഐഡിയയെ നമുക്ക് എങ്ങനെ കുട്ടികളെ കൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ അടുത്ത ഒരു മേ ബി 1 hour മാക്സിമം ഞാൻ സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 ആസ്പെക്ട്സ് ഉണ്ട്. ബേസിക്കലി എവിടെ നിന്നാണ് എങ്ങനെയാണ് പ്രോബ്ലം ഇല്ലാതെ ഐഡിയ കൊണ്ട് വന്നിട്ട് കാര്യമില്ല. അപ്പം ബേസിക്കലി എവിടെ നമുക്ക് പ്രോബ്ലംസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. വി ആർ ടോക്കിംഗ് അബൌട്ട് റിയൽ വേൾഡ് പ്രോബ്ലംസ്. YAP എപ്പോഴും റിയൽ വേൾഡ് പ്രോബ്ലംസിനെ കുറിച്ചാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതാണ്. അത് എവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും, ദെൻ ആ പ്രോബ്ലംസിനെ എങ്ങനെ ഒരു ഐഡിയയ്ക്ക് മാറ്റാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ബേസിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മൂവിങ് ഫോർവേഡ്, നമുക്കറിയാം വേൾഡ് എക്കണോമിക് ഫോറം ഈ വളരെ റീസെൻറ്റ് സ്റ്റഡീസ് അവർ പറയുന്നത് 21st century ദേ ടോക്ക് അബൌട്ട് 21st century സ്കിൽസ്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്ന സ്കിൽസ് എന്ന് പറയുന്നത് ഒന്ന് ക്രിയേറ്റിവിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ഇന്നോവേഷൻ, കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ. അതിനകത്ത് നമ്മൾ റിയൽ വേൾഡ് പ്രോബ്ലം സോൾവിങ് വളരെ ഇമ്പോർട്ടൻ്റ്. ആ റിയൽ വേൾഡ് പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് ക്രിട്ടിക്കൽ തിങ്കിങ്, യു നീഡ് ക്രിയേറ്റിവിറ്റി, യു നീഡ് ആൻ ഇന്നോവേറ്റീവ് മൈൻഡ് സെറ്റ്. അതോടൊപ്പം തന്നെ ആശയവിനിമയം, കമ്മ്യൂണിക്കേഷനും കൊളാബറേഷനും കൂടി വേണം. അതാണ് നമ്മൾ YAP കുറിച്ച് പറയുന്നത്. ഇറ്റ്സ് എ കൊളാബറേറ്റീവ് റിയൽ വേൾഡ് പ്രോബ്ലം സോൾവിങ് പ്രോസസ്സ്. അതായത് കൊളാബറേറ്റ് ചെയ്ത് അതാണ് നമ്മൾ ടീമായിട്ട് പ്രവർത്തിക്കുന്നത്. കൊളാബറേറ്റ് ചെയ്ത് പല സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഒരു റിയൽ വേൾഡ് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളൊരു ഐഡിയ ആയിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി നമ്മൾ YAP ശ്രമിക്കുന്നത്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദാറ്റ് ഇസ് സംതിങ് വി കോൾ ഇറ്റ് ആസ് എ ഫിയർ ഓഫ് ഇന്നോവേഷൻ. നമ്മൾ ഇന്നോവേഷൻ എന്ന് പറയുന്നത് ചുമ്മാ നമ്മൾ ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ ബേസിക്കലി ഒരു യുണീക്ക് ഐഡിയ ഉണ്ടാവും. ആ ഐഡിയ ഒരു പ്രത്യേക പ്രോബ്ലത്തിനെ, നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന, അതായത് ഇനി ആ പ്രശ്നം വീണ്ടും വരാൻ പാടില്ല. ആ രീതിയിലേക്ക് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതാണ് ബേസിക്കലി 21st century സ്കിൽസിനെ കുറിച്ച് പറയുന്നതും. അതാണ് നമ്മൾ YAP ആസ് എ പ്രോഗ്രാം ഈസ് ട്രൈങ് ടു അഡ്രസ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കോർ സ്കിൽസ്. നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, പ്രോബ്ലം സോൾവിങ്, ഇന്നോവേഷൻ, കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ. ഈ 6 സ്കിൽ സെറ്റ്സിനെ നമ്മൾ കുട്ടികൾക്ക് അത് ഡെവലപ്പ് ചെയ്യണം. കാരണം നമുക്ക് യു കനോട്ട് ടീച്ച് ക്രിട്ടിക്കൽ തിങ്കിങ്, യു കനോട്ട് ടീച്ച് ക്രിയേറ്റിവിറ്റി. നമ്മൾ പ്രോബ്ലം സോൾവിങ് പോലും നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അതിന് നമ്മൾ അതാണ് നമ്മൾ പറഞ്ഞത്, ഇറ്റ്സ് എ കൊളാബറേറ്റീവ് എക്സസൈസ്. അറ്റ് ദ സെയിം ടൈം ഒരു കോൺടെക്സ്ച്വലൈസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഒരു കോൺടെക്സ്റ്റിനെ ബേസ് ചെയ്ത് കോൺടെക്സ്ച്വലൈസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ബേസിക്കലി ഈ ഒരു ഇന്നോവേഷൻ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ പ്രോബ്ലം സോൾവിങ്, അങ്ങനെ നമ്മൾ കോൺടെക്സ്ച്വലൈസ് കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിങ്, റിയൽ വേൾഡ് പ്രോബ്ലം സോൾവിങ് ആക്ടിവിറ്റി നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്നോവേഷനെ കുറിച്ച് പറയുമ്പോൾ അത് ഇന്റർ ഡിസിപ്ലിനറി ആണ്. അപ്പം പലപ്പോഴും പറയും എനിക്ക് ബേസിക്കലി ടെക്നോളജി അറിയില്ല, ഞാൻ ടെക്നോളജി അറിയേണ്ട കാര്യമില്ല. ഇന്റർ ഡിസിപ്ലിൻ, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് നോളജ് ഫ്രം ഡൈവേഴ്സ് ഫീൽഡ്. പല ഫീൽഡിൽ നിന്നുള്ള ഒരു കോമ്പിനേഷനാണ്. ഇൻക്ലൂസീവ് ആൻഡ് കൊളാബറേറ്റീവ്. ഇതിനകത്ത് പല പെർസ്പെക്റ്റീവിലുള്ള ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള വേഗർനെസ് ഉള്ള ആൾക്കാരെ നമ്മൾ ഒന്നിച്ച് കൊണ്ടുവരികയാണ്. റൈറ്റ്. ദെൻ കോൺടെക്സ്ച്വൽ ആസ് വെൽ ആസ് കോൺടെക്സ്ച്വൽ ആൻഡ് നീഡ് ബേസ്ഡ് ആണ്, അഡ്രസ്സിംഗ് റിയൽ എൻവയോൺമെന്റൽ ആൻഡ് സോഷ്യൽ കൺസേൺസ്. അപ്പോൾ അതിനകത്ത് ഇതാണ് ബേസിക്കലി നമ്മൾ ഈ ഇന്നോവേഷൻ ആസ് എ കോണ്ടെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആരോ കൈ ഉയർത്തിയാറ്. Somebody has raised a hand. Fine. Okay.
അപ്പോൾ ഇതിനകത്ത് നമ്മൾ അതിന് അടുത്ത ഇതിലേക്ക് പോകുന്നത് എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം സോൾവിങ്. ഞാൻ പറഞ്ഞു ബേസിക്കലി 3 രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. പലപ്പോഴും നമ്മൾ കുട്ടികളുടെ ഐഡിയ അല്ലെങ്കിൽ അവരുടെ അപ്രോച്ച് കറക്റ്റ് ആയിരിക്കും, പക്ഷേ നല്ല കാമ്പും കഴമ്പുള്ള നല്ല റിയൽ വേൾഡ് പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരാനുമാണ് പലപ്പോഴും പറ്റാത്തത്. അതുകൊണ്ടാണ് ഈവൻ അവർ ചിന്തിക്കുന്ന രീതിയും അവരുടെ അപ്രോച്ചുകളും എല്ലാം കറക്റ്റാണ്, പക്ഷേ അത് സംടൈംസ് റെലവൻ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ അതിനകത്തൊരു യുണീക്നെസ് ഉണ്ടാവില്ല, ചിലപ്പം അതൊരു അഡാപ്റ്റബിൾ ആയിരിക്കില്ല. അങ്ങനെയുള്ള പ്രശ്നം, അല്ലെങ്കിൽ ആ ഐഡിയയ്ക്ക് ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനൊരു വാല്യൂ പ്രൊപ്പോസിഷൻ ഇല്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ബേസിക്കലി ഐഡിയാസ് പലപ്പോഴും നമ്മൾ ഇവാലുവേഷനിൽ തള്ളിപ്പോകുന്നത്. അപ്പം നമുക്ക് നല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല കാമ്പും കഴമ്പുള്ള നല്ല ഐഡിയാസ്, അത് നമ്മുടെ സമൂഹത്തിലുള്ള പ്രോബ്ലംസിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് വേണം നമ്മൾ കൂടുതലും ചിന്തിക്കേണ്ടത്. അതിലേക്ക് വേണം കുട്ടികളെ നമ്മൾ വഴിതിരിച്ചു വിടേണ്ടത്. ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും കുട്ടികളുടെ വേ ഓഫ് തോട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിങ്കിങ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. കാരണം ഇന്നത്തെ ജനറേഷൻ്റെ വ്യത്യാസമുണ്ട്. നമ്മൾ ആൽഫ ജനറേഷൻ എന്നൊക്കെ പറയുന്ന ജനറേഷണൽ ഡിഫറൻസ് ഉണ്ട്. അവർ കിട്ടുന്ന ഇൻപുട്സുകൾ വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച കാലത്തുണ്ടായിരുന്ന എൻവയോൺമെൻറ്റ് ഇക്കോസിസ്റ്റം അല്ല, ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പം ഇൻഫോർമേഷൻസ് എന്ന് പറഞ്ഞാൽ പണ്ട് ഇൻഫോർമേഷൻ വളരെ ലിമിറ്റഡ് ആയിരുന്നു, ഇൻഫോർമേഷൻസ് പ്ലെൻറ്റിയാണ്. അപ്പം ഇതിനകത്ത് ഇങ്ങനെ അത് മാത്രമല്ല, പ്രശ്നങ്ങളൊക്കെ കൂടുതലും കാണാൻ പറ്റുന്നുണ്ട്. ആസ് വി ഗോ അപ്പ് ഇൻ ദ ലാഡർ, നമ്മൾ എപ്പോഴും മേലോട്ട് പോകുന്നതോറും പ്രശ്നങ്ങളും അതുപോലെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പ്രശ്നങ്ങൾ കുറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബേസിക്കലി ഇന്നത്തെ സാഹചര്യം. ഇതിനെങ്ങനെ മുതലാക്കാം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നമുക്ക് എൻകാഷ് ചെയ്യാം എന്നുള്ളതാണ്. ഹൗ ക്യാൻ വി റിയലി ടാക്കിൾ ദോസ് ഇഷ്യൂസ്. അവിടെ വേണം നമ്മൾ കുട്ടികളെ, ഇപ്പോൾ നേരത്തെ ടീച്ചറൊക്കെ പറഞ്ഞ പോലെ, ഇന്ന് നമ്മൾ ടാസിറ്റ് അല്ലെങ്കിൽ റോട്ട് ലേണിങ്ങിൽ കൂടി ഉണ്ടാകുന്ന ടാസിറ്റ് നോളജ് കൊണ്ടല്ല കുട്ടികൾ ബേസിക്കലി മുന്നിലേക്ക് പോകാൻ പോകുന്നത്. സോ ഹൗ ദേ ക്യാൻ റിയലി ഇംപ്ലിമെൻറ്റ് ദെയർ ഇന്നോവേഷൻ കോഷ്യൻറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ 6 സ്കിൽസും അവർക്ക് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. കാരണം അങ്ങനെ അവരെ ട്രെയിൻ ചെയ്താൽ മാത്രമേ വെൻ ദേ ഗെറ്റ് ഇൻ ടു ദെയർ ഫ്യൂച്ചർ കരിയർ, അതിപ്പോൾ ഏതിലോട്ടായിക്കോട്ടെ, ഇപ്പോൾ നാളെ ഈവൻ ദി ഗവൺമെൻറ് ജോബ്സ്, ഈവൻ ഇറ്റ്സ് ചേഞ്ചിങ്, ദി കോർപ്പറേറ്റ് ജോബ്സ് ഇസ് ചേഞ്ചിങ്. അപ്പോൾ അവിടെയൊക്കെ എപ്പോഴും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക യുണീക്ക് സ്കിൽസ് ഉള്ള, അങ്ങനത്തെ സ്കിൽസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വാല്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ മാത്രമേ ഇന്ന് കമ്പനികൾ സ്വീകരിക്കുന്നുള്ളൂ. കാരണം അതിന് റീസൺസും ഉണ്ട്. ബിക്കോസ് നൗ ദി ഡിമാൻഡ് ഈസ് വെരി ഹൈ. അപ്പം ഒത്തിരി ആൾക്കാർ മാർക്കറ്റിലുണ്ട്. സോ അതുകൊണ്ട് അവർക്ക് ചോയ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ദേ ക്യാൻ ഗോ ഫോർ ചോയ്സ്. അപ്പം ഇത്രയും സ്കിൽ സെറ്റ്സ് ഉള്ള ആൾക്കാരെ മാത്രമേ അല്ലെങ്കിൽ കമ്പനീസ് ഓൾസോ വിൽ ആക്സെപ്റ്റ്. അപ്പം നമ്മൾ അതിനൊരു ഫൗണ്ടേഷൻ ഫ്രം സ്കൂൾ ടൈം ഓൺവേർഡ്സ്, ഇത് ഫൗണ്ടേഷൻ ലേ ചെയ്താലേ വേണ്ടി ഗോ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഓൾസോ അവർക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ ഞാൻ പറഞ്ഞ ക്ലോസ്ഡ് ഓപ്പൺ പ്രോബ്ലം വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസ് ആണ് നമ്മൾ ക്ലാസ് റൂംസിലൊക്കെ ചെയ്യുന്നതാണ് ക്ലോസ്ഡ് പ്രോബ്ലം. ടു ആൻ എക്സ്റ്റെൻഡ് ഓപ്പൺ പ്രോബ്ലംസ് നമ്മൾ കോ കരിക്കുലർ ആക്ടിവിറ്റി ആയി നമ്മൾ ക്ലാസ്സിൽ തന്നെ അക്കാഡമിക്കുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ്. അവിടെ ലൂസ്ലി ഡിഫൈൻഡ് ആണ്. ആംബിഗ്യസ് പ്രോബ്ലംസ് നമ്മൾ കുറേ കേസ് സ്റ്റഡീസും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ കൊടുക്കുന്നതാണ്. റിയൽ വേൾഡ് എന്ന് പറയുന്നതാണ് കോംപ്ലക്സ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്, ഓതൻറ്റിക് കോണ്ടെക്സ്റ്റ്. അവിടെ ഞാൻ പറഞ്ഞത് റിയൽ ലൈഫ് അൺസർട്ടനിറ്റീസ്, നമ്മൾ ചുറ്റുപാടും കാണുന്ന ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് സ്വീകരിക്കാം, അങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ്. അവിടെ നമുക്ക് ഇന്റർ ഡിസിപ്ലിനറി നോളജ് വേണം, ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ് വേണം. അതുകൊണ്ട് ഒരു ക്ലാസ് റൂമിനകത്ത് ഇരുന്നുകൊണ്ട് ടീച്ചറിനും കുട്ടികൾക്കും മാത്രമായിട്ടിരുന്ന് ഒരിക്കലും ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പല പല സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കൊണ്ടുവന്ന് കുട്ടികളെ ഹാൻഡ് ഹോൾഡ് ചെയ്ത് അവരുടെ ഐഡിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ, ഐഡിയ ഉപയോഗിച്ച് അതിനെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. സോ ദാറ്റ് ഇസ് ദി എസൻസ് ഓഫ് IIP. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ് എങ്ങനെയാണ് പ്രോബ്ലംസ് 3 രീതിയിലാണ്: ക്ലോസ്ഡ് പ്രോബ്ലം, ഓപ്പൺ പ്രോബ്ലം, റിയൽ വേൾഡ് പ്രോബ്ലം. അപ്പോൾ ഒരു ക്ലോസ്ഡ് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് റാബീസ് ഫ്രം പെറ്റ് ഡോഗ്. ഇപ്പോൾ നമ്മളെ വീട്ടിലൊരു പട്ടിയെ വളർത്തുന്നു, അതിൽ നിന്ന് റാബീസ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊരു സിംഗിൾ കോസാണ്, നമുക്ക് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ മാറാമെന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ അത് ഓപ്പൺ പ്രോബ്ലം ആവുന്നത് എപ്പോഴാണ്? ഇപ്പം നമ്മുടെ സ്ട്രേ ഡോഗ് മെനസ് ഇൻ അവർ ലൊക്കാലിറ്റി, നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിലോ അവിടെയൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ട്രേ ഡോഗ് മെനസ് വരുന്നത്, അതൊരു ഓപ്പൺ പ്രോബ്ലമാണ്. വേറെ മൾട്ടിപ്പിൾ ഫാക്ടറാണ്, ഞാൻ മാത്രം വിചാരിച്ചുകൊണ്ട് നടക്കുന്ന കാര്യമല്ല. സോ കോസസ് ഫുഡ് അവൈലബിലിറ്റി, അൺമാനേജ് പബ്ലിക് സ്പേസസ്, അതൊക്കെ ഉണ്ടാകാം. ബട്ട് നമ്മൾ ട്രൈ ചെയ്യുന്ന എന്താണ്, കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള റിയൽ വേൾഡ് പ്രോബ്ലം. ഫോർ എക്സാമ്പിൾ വൈൽഡ് ആനിമൽ അറ്റാക്ക്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം അതൊരു വലിയ ഇഷ്യൂ ആണ്. അതിന് എന്തെങ്കിലും സൊല്യൂഷൻസ് കൊണ്ടുവരാൻ പറ്റുമോ? ഇപ്പോഴും അത് സ്റ്റിൽ എക്സിസ്റ്റിംഗ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ ആനയുടെയും പുലിയുടെയും ഒക്കെ അറ്റാക്കുകൾ നമ്മൾ പലതും കണ്ടതാണ്. അപ്പം അതുപോലെ കാട്ടുപന്നിയുടെ അറ്റാക്സ് ഉണ്ട്. അപ്പം ഇതിനു വേണ്ടി അതൊരു റിയൽ വേൾഡ് പ്രോബ്ലമാണ്. ഡു വി ഹാവ് എൻ ഐഡിയ? ക്യാൻ സ്റ്റുഡൻസ് കം അപ്പ് വിത്ത് എൻ ഐഡിയ ടു റിയലി സോൾവ് ദിസ് കോംപ്ലക്സ് ഇഷ്യൂ? അപ്പോൾ അതൊരു ബിക്കോസ് നമ്മൾ ഇന്നത്തെ കോംപ്ലക്സ് ഇക്കോസിസ്റ്റമാണ്.
അതിൻ്റെ കാരണങ്ങൾ പലതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ കാരണങ്ങളൊന്നും മനസ്സിലാക്കാതെ ആയിരിക്കും കുട്ടികളെ ഒരു ഐഡിയയുടെ ഒരു സൊല്യൂഷൻ കൊണ്ട് വരുന്നത്. അപ്പോൾ അതിനകത്തുള്ള റൂട്ട് കോസ് എന്താണ്, അതിൻ്റെ മൂല കാരണം എന്താണ്, ഇതിലൂടെ ഹാബിറ്റേറ്റ് ലൂസ്, റിസോഴ്സ് കോമ്പറ്റീഷൻ, ഡിസാസ്റ്റർ, ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് ഒരു പക്ഷേ ആ വൈൽഡ് അനിമൽ അറ്റാക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള റിയൽ വേൾഡ് ആയിട്ടുള്ള നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കണ്ടുപിടിക്കുക, എന്നിട്ട് വേണം നമ്മൾ ഐഡിയാസ് കൊണ്ടുവന്ന് സോൾവ് ചെയ്യാൻ. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഓൾറെഡി അല്ലാത്ത നമ്മൾ വളരെ എന്താണ് ഓപ്പൺ ആയിട്ടുള്ള ലൂസ്ലി ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ടുവരുന്നതുകൊണ്ടാണ് പലപ്പോഴും ആ അപ്രോച്ച് നല്ലതാണെങ്കിൽ പോലും ഐഡിയാസ് ഒരിക്കലും സെലക്ട് ചെയ്യാത്തത്. അപ്പോൾ അത് ടീച്ചർമാരായി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു ഗൈഡൻസ് എന്നുള്ള രീതിയിൽ ബേസിക്കലി വി പ്രൊവൈഡ് വാട്ട് ഈസ് കോൾഡ് തീംസ്. നമ്മൾ ഒരു 30 തീമാറ്റിക് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ എല്ലാവർക്കും എല്ലാ ഏരിയയിലും പ്രോബ്ലം കണ്ടുപിടിക്കാൻ പറ്റില്ല. മേ ബി ചില ആൾക്കാർക്ക് അഗ്രികൾച്ചർ പ്ലാന്റ് സയൻസിലായിരിക്കും, അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ഒരുപാടുണ്ട്, അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാം. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഡയറി ആൻഡ് ഫുഡ് ടെക്നോളജീസ് ആയിരിക്കാം. ചില ആൾക്കാർക്ക് ഏർബൻ പ്ലാനിങ്, ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. റിന്യൂവബിൾ എനർജി എനർജി കൺസർവേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ടായിരിക്കാം. അല്ലെങ്കിൽ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. ട്രഡീഷണൽ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് MSME ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കാം. അതല്ല എയറോനോട്ടിക്സും മിലിറ്ററി സയൻസുമായിട്ട് ബന്ധപ്പെട്ട താല്പര്യം ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ പ്രോബ്ലംസ് ഓഫ് എൽഡർലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നമ്മൾ കേരളം ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇഷ്യൂ ആണ്. ഇതുപോലെ പ്രോബ്ലംസ് ഓഫ് ചിൽഡ്രൻ, പബ്ലിക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, മോഡേൺ മെഡിസിൻ, ബയോടെക്നോളജി, ഫിറ്റ്നസ്, വെൽനസ്, അടുത്ത യൂത്ത് വെൽഫെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏരിയ ആണ്. എർത്ത് സയൻസ്, മൈനിങ്, ജിയോളജി, നമ്മുടെ ജിയോളജിയായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഇന്ന് ഒരുപാട് ഇഷ്യൂസ് നടക്കുന്ന ഒരു ഏരിയ ആണ്. അടുത്ത എഡ്യൂക്കേഷൻ സ്കില്ലിംഗ്, വളരെ വളരെ ഒരുപക്ഷെ ഒരുപാട് ആശയങ്ങൾ കൊണ്ടുവരേണ്ട ഒരു മേഖലയാണ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കില്ലിംഗ്. പലതും ഇഫക്റ്റീവ് അല്ല, ഇപ്പോഴത്തെ പല ഇഷ്യൂസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള തീമുകൾ കണ്ടുപിടിക്കുകയും ഈ തീമിൽ നിന്നൊരു മൈക്രോ തീം ഏരിയ എടുത്തിട്ട് കുട്ടികൾക്കൊരു പ്രോബ്ലം, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ എഡ്യൂക്കേഷൻ ആൻഡ് സ്കില്ലിംഗ് എടുത്തു, നമുക്ക് തന്നെ അറിയാം എഡ്യൂക്കേഷൻ സ്കില്ലിങ്ങിനകത്ത് എവിടെയൊക്കെയാണ് നമുക്ക് ഇൻ്റർവെൻഷൻ വേണ്ടത്, എന്തൊക്കെ ഇഷ്യൂസാണ് ആൾക്കാർ ഫേസ് ചെയ്യുന്നത്, അവിടെ നമുക്ക് എന്തൊക്കെ ഇടപെടൽ വേണ്ടി വരും, അവിടെ എന്തൊരു ഇന്നോവേഷൻ നമുക്ക് കൊണ്ടുവരാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും കുട്ടികളും അധ്യാപകരോട് ചേർന്ന് മനസ്സിലാക്കുകയും നമുക്ക് തന്നെ നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോഴും പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും നമ്മൾ പലപ്പോഴും പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇപ്പം അഗ്രികൾച്ചറായിട്ട് ഇഷ്യൂ ആണെങ്കിൽ ഫാമേഴ്സായിട്ടും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഏരിയകളിലും റെസിഡൻസ് അസോസിയേഷനുകളിലും നമ്മുടെ സൊസൈറ്റിയിലൊക്കെ ആൾക്കാർ ഒത്തിരി ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. ഇപ്പം വാട്ടർ ക്ലോഗിങ്ങിൽ ഒരു പ്രശ്നമുണ്ട്, ഇപ്പം ഫ്ലഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ പോയി കണ്ട് എന്താണെന്നൊരു മനസ്സിലാക്കി ഒരു ഇൻഫോർമേഷൻ കളക്ട് ചെയ്തതിന് ശേഷം ഒരു ട്രാൻസാക്ട് വാക്കോട് കൂടിയോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് പോയി കുട്ടികളൊന്ന് പോയി കഴിഞ്ഞാലും അവർ കൃത്യമായിട്ട് ആ ഏരിയകളൊന്ന് കണ്ടുപിടിക്കുക. അറ്റ്ലീസ്റ്റ് പറയുക നിങ്ങളുടെ ചുറ്റുപാടുമുള്ള കുറേ പ്രശ്നങ്ങൾ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വരിക. അപ്പം അത് കാണുമ്പോൾ അല്ലെങ്കിൽ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ കുട്ടികൾക്ക് ഐഡിയ കിട്ടും, ഇന്ന ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത്, റൈറ്റ്? അപ്പോൾ ആ ഇഷ്യൂസ് അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതല്ല അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ തീമിൽ നിന്ന് അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമ്മൾ തന്നെ ഒരു ഷെൽഫ് ഓഫ് പ്രോജക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 1970 പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ ഉണ്ട്. ഇപ്പോൾ പല ഏരിയയിലായിട്ട് നമ്മൾ പറയും, ഇപ്പോൾ അഗ്രിഗേഷൻ പ്ലാറ്റ്ഫോം 54, അഗ്രികൾച്ചർ 100 പ്രോബ്ലംസ് ഉണ്ട്. ഇത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ 1047 ഡിപ്പാർട്ട്മെൻറ്റിൽ നടത്തിയ വർക്ക്ഷോപ്പിൻ്റെ പരിണിത ഫലമായിട്ട് അവിടെ നിന്ന് ക്യൂരേറ്റ് ചെയ്ത പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് നമ്മുടെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിയൽ വേൾഡ് പ്രോബ്ലംസ് ആണിത്. പ്രോബ്ലംസ് ഓഫ് ചിൽഡ്രൻ 58 എണ്ണം ഉണ്ട്. സോ അതുപോലെ MSME 45 പ്രോബ്ലംസ് ഉണ്ട്. ഡയറി പ്രോസസ്സിങ്ങിൽ 31 പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല ഫിഷറീസിന് 40 പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് ഓഫ് എൽഡർലി 22 പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് അതിനകത്ത്. മാർജിനലൈസ്ഡ് ബാക്ക്വേർഡ് റീജിയൻ 77 പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. പബ്ലിക് ഹെൽത്തിന് 185 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ആ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സിൽ കൂടി നോക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എനിക്കൊരു നൂതനാശയം അല്ലെങ്കിൽ പുത്തനാശയം ഉണ്ട് ഇതിനേക്ക് വെച്ച് ഇത് സോൾവ് ചെയ്യാനായിട്ട്, അത് നമ്മൾ ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പം ആ തീമിൽ നിന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ തീമിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സിൽ കൂടി പോയിട്ട് ഇഷ്ടമുള്ള റിയൽ വേൾഡ് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന അതിനൊരു ഐഡിയ, എനിക്ക് ഇത് സോൾവ് ചെയ്യാനായിട്ട് എൻ്റെ ഒരു ഐഡിയ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ചൊരു ചെറിയൊരു സ്റ്റഡി നടത്തിയിട്ട് വേണം അതിലേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അങ്ങനെയും അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു പ്രോബ്ലം, അപ്പോൾ ഇത് രീതിയിൽ നിങ്ങളൊരു പ്രോബ്ലം ഏരിയ ഐഡൻറ്റിഫൈ ചെയ്ത് വയ്ക്കുക. സംടൈംസ് നിങ്ങൾ തീംസിൽ നിന്നും ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യും.
അല്ലെങ്കിൽ ഷെൽഫിൽ നിന്ന് ഒരു പ്രോബ്ലം എടുക്കുകയും സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയും അതിനനുസരിച്ചിട്ട് എന്താണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്? കുട്ടികൾ ആദ്യമായിട്ട് ഒരു വർക്ക് ചെയ്തു നോക്കുക. ആരാണ് ഈ ഒരു നമ്മൾ 4W ഫ്രെയിം വർക്ക് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ആദ്യമേ ചെയ്തു വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും. അതായത് വാട്ട്, ഹൂ, വാട്ട്, വെയർ ആൻഡ് വൈ. ആരൊക്കെയാണ് ഐഡന്റിഫൈ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ് അഫക്റ്റഡ് ഡയറക്ട്ലി ബൈ ദ പ്രോബ്ലം. ഈ പ്രോബ്ലമായിട്ട് ഡയറക്റ്റായിട്ട് പിന്നെ എന്താണ് അഫക്റ്റ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഇപ്പം നമ്മൾ അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം പ്രോബ്ലംസ് ഓഫ് ചിൽഡ്രൻ ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രോബ്ലംസ് ഓഫ് എൽഡർലി ആണെങ്കിൽ, അഗ്രികൾച്ചർ ഇഷ്യൂ ആണെങ്കിൽ, ആരാണ് അതുമായിട്ട് ഡയറക്ട്ലി ആ പ്രോബ്ലമായിട്ട് ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? അവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അത് അവരോട് പോയി ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്തൊക്കെ ഇഷ്യൂസ് ആണ് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത്. അതിന് പോയി തന്നെ ചെന്ന് കാണണമെന്നില്ല. ഈവൻ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇനിഷ്യലി ഒന്ന് ഫോണിൽ കൂടെ സംസാരിച്ചാലും മതി. അറ്റ്ലീസ്റ്റ് ഒരു ഇൻട്രാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വാട്ട്, ഡിഫൈൻ ദ പ്രോബ്ലം, എക്സാക്ട് നേച്ചർ, സ്കോപ്പ്, മാനിഫെസ്റ്റേഷൻ. അതിൻ്റെ സ്കോപ്പ് എന്താണ്? ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടോ? നിലനിൽക്കുമോ? ഞാൻ എനിക്ക് ഇങ്ങനൊരു ഐഡിയ ഉണ്ട്. ഈ ഐഡിയ ബേസിക്കലി വർക്ക് ചെയ്യുമോ? നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഒരു വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ ഹരിതകർമ്മ സേനക്കാരുണ്ട്, വേസ്റ്റ് കളക്ടേഴ്സ് ഉണ്ട്, ആക്രി കച്ചവടക്കാരുണ്ട്. ഇവരുടെ ആയിട്ട് പലപ്പോഴും നമ്മൾ വിട്ടുവന്ന ആൾക്കാരാണ്. ബേസിക്കലി വെൻ യു ഗോ ആൻഡ് മീറ്റ് ദിസ് പേഴ്സൺ, ഇപ്പോൾ ഒരു ആക്രി കച്ചവടക്കാരന് ഒരു പക്ഷേ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവന് നല്ല നോളജാണ്. അവൻ അതാണ് ചെയ്യുന്നെങ്കിൽ പോലും അവൻ എത്രയോ വർഷമായിട്ട് ആ ബിസിനസ് ചെയ്യുന്നുണ്ട്. അവന് അതിനെക്കുറിച്ച് നല്ലൊരു അവബോധമുണ്ടാവും. അപ്പം ബേസിക്കലി നമ്മൾ അവനുമായിട്ട് ഇൻസൈറ്റ്സ് കളക്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ട്. എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഈ വേസ്റ്റ് എന്താണ് ഈ നമ്മുടെ വേസ്റ്റ് മാനേജ് ചെയ്യാനായിട്ട് എനിക്കൊരു ഒരു ഐഡിയ വരുന്നുണ്ട്. ഈ ഐഡിയ എത്രമാത്രം വർക്ക് ചെയ്യും? അപ്പോൾ അവർക്ക് കുറേ ഇൻപുട്ട് തരാൻ പറ്റും. ഇല്ല, അത് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഇന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേസ്റ്റ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ചുമ്മാ വേസ്റ്റ് മാനേജ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ ഏത് വേസ്റ്റാണ്? ഇപ്പോൾ സോളിഡ് വേസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ വേസ്റ്റുകളുണ്ട്, പേപ്പർ വേസ്റ്റ് ഉണ്ട്, ബയോളജിക്കൽ വേസ്റ്റുകളുണ്ട്, അപ്പം ഫുഡ് വേസ്റ്റ് ഉണ്ട്. ഓരോ വേസ്റ്റിനും ഒരു ഐഡിയ കൊണ്ട് എല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് എന്താണ് എൻ്റെ ഐഡിയ, ഞാൻ ഏത് വേസ്റ്റിനെയാണ്? അപ്പോൾ അത് വ്യക്തമായിട്ട് നമുക്ക് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. ദെൻ കോണ്ടെക്സ്റ്റ് എന്താണ്, എൻവയോൺമെൻറ്റ് എന്താണ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഈ പ്രോബ്ലം വരാൻ കാരണം? കൃത്യമായിട്ടും അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ ഐഡിയാസ് കൊണ്ടുവരുമ്പോഴാണ് ഐഡിയാസ് പലപ്പോഴും റിജക്റ്റ് ആയി പോകുന്നത്. കാരണം അതിനെ ആ വിചാരിക്കുന്ന രീതിയിലേക്കുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. വൈ, ഡിറ്റർമിൻ ദി പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആൻഡ് വാല്യൂ ഓഫ് സോൾവിങ് ഇറ്റ്. എന്തുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഈ പ്രോബ്ലം സോൾവ് ചെയ്താൽ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തുകൊണ്ട് ഞാൻ സോൾവ് ചെയ്യണം, ആൻഡ് അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്. ഈ ഒരു 4W എപ്പോഴും കുട്ടികൾ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ അവരെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഐഡിയ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുവരുന്ന ഐഡിയ ഒരു അബൌട്ട് 75 to 80% ഐ മേ സേ ദാറ്റ് ആ ഐഡിയയ്ക്ക് ഒരു വാല്യൂ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. റൈറ്റ്? കാരണം അങ്ങനെയാണ് ലോകത്തിലുള്ള എല്ലാ ഇന്നോവേറ്റേഴ്സും ചെയ്യുന്നത്. ഈ ഇന്നോവേഷൻ എന്ന സംഭവം പണ്ടൊക്കെ കമ്പനികൾ ചെയ്തിരുന്ന സമയത്ത് പോലും അവരിതൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നിൽ അവർ നല്ലൊരു വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് നമ്മൾ ഐഡിയ കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ നമ്മളിപ്പോൾ എടുക്കുകയാണ്, ഒരു പ്ലാസ്റ്റിക് ഡിസ്പോസൽ. ഇതൊരു എക്സാമ്പിൾ ഞാൻ എടുത്താൽ, ഇപ്പോൾ നമുക്കറിയാം പലയിടത്തും പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സാധനം കത്തിക്കുന്നുണ്ട്. അതൊരു വലിയൊരു മെനസാണ്. അപ്പം ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എടുത്തേക്കുന്നത്. എക്സസീവ് പ്ലാസ്റ്റിക് യൂസേജ് ഹാസ് ബിക്കം അൺഅവോയ്ഡബിൾ ആൻഡ് ലീഡ്സ് ടു വേരിയസ് ഡിറ്റർമിനൽ ഇഫക്ട്സ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഹെൽത്ത്. ഞാനിപ്പോൾ ഒരു കുട്ടി ഒരു പ്രോബ്ലം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളെ എനിക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, അതിനെങ്ങനെ ഒരു നല്ലൊരു ഐഡിയ ആയിട്ട് മാറ്റാം എന്നുള്ളതിൻ്റെ ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിൽ ഞാൻ ഷെയർ ചെയ്യാം. റൈറ്റ്? അപ്പോൾ അവിടെ ടു എൻഷുർ എ സെക്യൂർ ഫ്യൂച്ചർ ഇറ്റ്സ് ഇമ്പറേറ്റീവ് ടു അഡ്രസ് ദിസ് ഇഷ്യൂ. കോമൺ ഡിസ്പോസൽ മെത്തേഡ്സ് ലൈക്ക് ബേണിംഗ് പ്ലാസ്റ്റിക്സ് അസ് ഹോം റിലീസസ് ഹാംഫുൾ. നമുക്കറിയാം കത്തിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്. ഹാംഫുൾ പൊള്യൂട്ടൻസ് ലൈക്ക് ഡയോക്സിൻസ്, ഫ്യൂറാൻസ്, മെർക്കുറി, ജിയോ പാരഡൈസിങ് ബോത്ത് ഇക്കോസിസ്റ്റം, ഹ്യൂമൻ വെൽബീയിങ്. അപ്പോൾ ഇത് പലരും ഇപ്പോഴും പല വീടുകളിലും ഞാനും കണ്ടുന്നുണ്ട്. നമ്മുടെയൊക്കെ അടുത്തൊക്കെ പല ആൾക്കാരും പറഞ്ഞാലൊന്നും കേൾക്കില്ല, അവർ കത്തിക്കും. ബിക്കോസ് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് എന്തുകൊണ്ടാണ് അവരിത് കത്തിക്കുന്നത്? ഡിസ്പോസിബിൾ മെക്കാനിസം ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ഒറ്റയടിക്ക് നമ്മുടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു സൊല്യൂഷൻ ആണെങ്കിൽ സോൾവ് ആകും, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പല വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സൊല്യൂഷൻസ് ഇറ്റ് ബിക്കംസ് യൂസ്ലെസ്. അതിന് മെയിനായിട്ടുള്ള കാരണം കൃത്യമായിട്ടുള്ള മൂലകാരണം കണ്ടുപിടിക്കുകയും അത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാകുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതൊരു ഇഷ്യൂ ആണ്. ഇപ്പോൾ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ ആണെങ്കിൽ, ഞാൻ എക്സാമ്പിളാണ്, ഒരു കുട്ടി കൊണ്ടുവന്നെങ്കിൽ ഇതിനെങ്ങനെ നല്ലൊരു ഐഡിയയിലേക്ക് കൊണ്ടുവരാം? രണ്ടാമത് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹൂ, വാട്ട്, വെയർ ആൻഡ് വൈ എന്നുള്ളത് ആൻസർ ചെയ്യാം. ആദ്യമായിട്ട് തന്നെ അവരോട് പറയുക, നമ്മളും കൂടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഹൂ ഈസ് ബേണിംഗ് ദ പ്ലാസ്റ്റിക്? ആരാണ്? വാട്ട്, ബേണിംഗ് പ്ലാസ്റ്റിക് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? ഇത് എവിടെയാണ് കൂടുതൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്?
ഇതെന്നാലും നമുക്ക് എന്തുകൊണ്ടാണ് അപ്പം നമ്മൾ ഓരോന്നിൻ്റെ ഈ 3-4 W's ഹൂ, വാട്ട്, വെയർ ആൻഡ് വൈ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയാൽ തന്നെ നമുക്ക് ഒരു ഐഡിയയുടെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു സ്ട്രക്ചർ നമുക്ക് മനസ്സിലാവും. ദിസ് ഐഡിയ ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് സം ഇമ്പാക്റ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ് എൻ്റെ ഒരു ഐഡിയ ഉണ്ട്, ഞാനൊരു ആപ്പ് ഉണ്ടാക്കി എന്ന് പറയുന്നതിന്, ഇല്ലെങ്കിൽ ഞാനൊരു IoT ബേസ്ഡ് ഒരു സെൻസർ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുകയും ഇത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുകയും ഇതൊരു സൊസൈറ്റൽ പ്രോബ്ലം അല്ലെങ്കിൽ മെനസ് അതിനെ സോൾവ് ചെയ്യാനും നമ്മൾ ഐഡിയ പറ്റണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സ്റ്റുഡൻറ്റ് പണ്ട് ക്രിയേറ്റ് ചെയ്ത്, സ്കൂൾ സ്റ്റുഡൻറ്റ് ഈവൻ ക്രിയേറ്റ് ചെയ്ത സാധനമാണ് നമ്മുടെ മരിജുവാന ഡിക്റ്റേറ്റർ. മരിജുവാന ഡിക്റ്റേറ്റർ വളരെ ആ സമയത്ത് ഒരുപക്ഷെ വലുതായിട്ടില്ലായിരുന്നു. നമുക്ക് ആൽക്കഹോൾ ഡിക്റ്റേറ്റേഴ്സ് ഉണ്ട്. മരിജുവാന ഡിക്റ്റേറ്റർ അവസാനം അത് അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റായിട്ട് മാറി. അത് അക്സെപ്റ്റബിൾ ആയി. കാരണം എന്താണ്, അത് ഡിറ്റക്ട് ചെയ്യുകയും അത് പ്രയോജനപ്പെടുകയും മേ ബി അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആൾ ഒരുപക്ഷെ മരിജുവാന യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള ഒരു മെക്കാനിസം നമുക്ക് അതിനകത്ത് നിന്ന് ഒരു ഐഡിയയിൽ കൂടി കൊണ്ടുവരാൻ പറ്റി, ഒരു പ്രൊഡക്റ്റാക്കി ഉണ്ടാക്കാൻ പറ്റി. അപ്പം ഇതുപോലെ തന്നെ പിന്നെ കുറച്ച് മെഡിക്കൽ സ്റ്റുഡൻസ് അവർ കൊണ്ടുവന്നതായിരുന്നു ബെഡ് സോറിലുള്ള പേഷ്യൻസ്. അതായത് നമുക്കറിയാം വർഷങ്ങളോളം പിന്നെ ബെഡ് റിഡൻ ആയിട്ടുള്ള രോഗികൾക്ക് ബെഡ് സോർ വരും. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ്. അതിന് പകരം അവർ ബെഡ് സോർ വരാത്ത ഒരു ബെഡ്ഷീറ്റ് അവർ ഡിസൈൻ ചെയ്തു. റൈറ്റ്, ഒരു പിന്നെ മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്. അതുപോലെ തന്നെ ഒരു സെറ്റ് ഓഫ് നേഴ്സസ് അവർ ക്രിയേറ്റ് ചെയ്ത സാധനം നമുക്കറിയാം. നമ്മുടെ ആംപ്യൂളുണ്ട്, മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുന്ന ആംപ്യൂൾ. അപ്പോൾ അതിങ്ങനെ സാധാരണ അത് പൊട്ടിച്ചിട്ട് മരുന്നെടുക്കുന്ന സമയത്ത് സ്മോൾ ഗ്ലാസ് പാർട്ടിക്കിൾസ് അതിലേക്ക് ചെല്ലാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ദേ ഡിസൈൻഡ് എ കട്ടർ. ഇതുപോലെ തന്നെ സാനിറ്ററി നാപ്കിൻ ഒരു സെറ്റ് ഓഫ് ആയുർവേദ സ്റ്റുഡൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് പേറ്റന്റഡ് പ്രോഡക്റ്റ് ആണ്. അവർ നമ്മുടെ ഫെനുഗ്രീക്കിൻ്റെ പേസ്റ്റ്, അതായത് നമ്മുടെ ഉലുവയും അതുപോലെ തന്നെ ബനാനയുടെ ഫൈബറൊക്കെ ഉപയോഗിച്ചിട്ട് വിച്ച് ക്യാൻ ബി റീയൂസബിൾ. അവരത് വേറെയും പല മിക്സസ്, ഞാൻ അതിൻ്റെ കോമ്പിനേഷൻസ് എല്ലാം ഓർക്കുന്നില്ല. വേർ ദേ ആർ യൂസിങ് ഇറ്റ് ഫോർ ദി പാസ്റ്റ് 6 months വിച്ച് ഇസ് റീയൂസബിൾ. അപ്പം അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, വേസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചില പേറ്റന്റഡ് ആയിട്ടുള്ള, ഞാൻ വളരെ കുറച്ചേ പറഞ്ഞുള്ളൂ, അങ്ങനെ ഒരുപാടുണ്ട്. വാട്ടർ ഹൈസിന്തൊക്കെ ഉപയോഗിച്ച് ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം ചില ഐഡിയാസ്, ദർ ആർ സം വെരി ബ്യൂട്ടിഫുൾ ഐഡിയാസ്. അത് ഈ പറഞ്ഞതുപോലെയുള്ള ഒരു എക്സസൈസ് അവർ ചെയ്തിട്ടാണ്. അപ്പം കൃത്യമായിട്ട് ഹൂ, വാട്ട്, വെയർ ആൻഡ് വൈ അത് കുട്ടികളെ കൊണ്ട് ആ ഐഡിയ ബേസ് ചെയ്ത് നിങ്ങളിലൂടെ ഇരുന്ന് ചെയ്യാൻ ശ്രമിക്കുക, എലോങ് വിത്ത് ദി കൺസൾട്ടേഷൻ വിത്ത് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അത് വ്യക്തമായിട്ട് ചെയ്യിക്കണം. ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പം സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അപ്പം നമ്മളെന്താ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്, അത് എൻ യൂസേഴ്സ് ആവാം, ഇൻ്റർമീഡിയറി ആവാം, കസ്റ്റമർ ആവാം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഇപ്പം അഗ്രികൾച്ചറിൽ ഇപ്പം വേസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ പിന്നെ വീട്ടമ്മമാരുണ്ടാവും, റെസിഡൻസ് അസോസിയേഷനിലുള്ള ആൾക്കാരുണ്ടാവും, വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, നമ്മുടെ ഹരിതകർമ്മ സേനക്കാരുണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ ആക്രി കച്ചവടക്കാരുണ്ട്, ഈ ആക്രി പറക്കുന്നവരുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന ഇൻസൈറ്റും കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമുക്കൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റും. ഇല്ലെങ്കിലുള്ള കുഴപ്പം, നമ്മൾ ഒരു കൂട്ടം ആൾക്കാരെ മാത്രമേ കേട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ഒരു പക്ഷേ അതിനകത്ത് എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ ദി അതർ സെറ്റ് ഓഫ് പീപ്പിൾ വിൽ നോട്ട് അക്സെപ്റ്റ്. അവർക്ക് അതുകൊണ്ട് പ്രയോജനമല്ല. അപ്പോൾ ഒരിക്കലും ഒരു കോംപ്രിഹെൻസീവ് സൊല്യൂഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്, അത് അകത്തുള്ളവരാകാം പുറത്തുള്ളവരാകാം, അപ്പം ചുറ്റുപാടുമുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെ ജസ്റ്റ് എങ്ങനെയെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് ഫോൺ വിളിച്ച് ചോദിച്ചാലും മതി, അല്ലെങ്കിൽ കാണുമ്പോൾ ഒന്ന് ചോദിച്ചാലും മതി. അവിടെ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു ഇൻസൈറ്റ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയയെക്കുറിച്ച് കുറച്ചുകൂടി ഇൻഫോർമേഷൻ കിട്ടുകയും അതനുസരിച്ച് നമ്മുടെ ഐഡിയ, നമ്മുടെ ഹൂ, വാട്ട്, വെയർ, വൈ എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞ 4 W's കൃത്യമായിട്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്, ഹൂ ഈസ് അഫക്റ്റഡ്. ഇത് അഫക്റ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും. ആരാണ് ഹൂ പേയ്സ്, ഇത് ഫിനാൻഷ്യൽ കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരേപോലെ അല്ല. ഇപ്പം കളക്ട് ചെയ്യുന്ന ഇപ്പോൾ ഫാമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ അഗ്രികൾച്ചറായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ ആണെങ്കിൽ ഫാമേഴ്സ് മാത്രമല്ല, അവരുടെ സൊസൈറ്റീസ് ഉണ്ട്, അവരുടെ കൂട്ടായ്മകളുണ്ട്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റുകളുണ്ട്, അങ്ങനെ പല ടൈപ്പിലുള്ള ആൾക്കാരുണ്ട് എല്ലാവരുമായിട്ട്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാമേഴ്സിൻ്റെ ഇഷ്യൂ ഫാമേഴ്സ് മാത്രമല്ല,
അതുമായിട്ടുള്ള എല്ലാ ചെയിനുകളിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ സംവാദിക്കുകയും അവരിൽ നിന്ന് ഇൻസൈറ്റ്സ് കളക്ട് ചെയ്യും, അവർക്ക് എന്താണ് ആ ഇഷ്യൂവിനെ കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം. എന്നാൽ മാത്രമേ ആ 4Ws നമുക്ക് കൃത്യമായിട്ടും പിന്നെ എന്താണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഇപ്പം ചില കാര്യങ്ങൾ ഡിസിഷൻ മേക്കേഴ്സ് ഉണ്ട്. ഇപ്പോൾ LSGD ഒരു പഞ്ചായത്ത് ഡിസിഷൻ മേക്കറാണെങ്കിൽ പഞ്ചായത്തിൻ്റെ ആൾക്കാരുമായി സംസാരിക്കണം, എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം അവർ അതോറിറ്റി ആയിരിക്കാം. മാപ്പ് ഓൾ ദ പാർട്ടിസിപ്പൻസ് പല രീതിയിലും ആൻഡ് അപ്ലൈ ഇക്വിറ്റി ലെൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ സസ്റ്റൈനബിലിറ്റി ലെൻസ് ഉണ്ട്, ജെൻഡർ ലെൻസ് ഉണ്ട്. കാരണം പല ജെൻഡറിലുള്ള ആൾക്കാരും ഇവിടെ എല്ലാം ഒരു ന്യൂട്രാലിറ്റി നമ്മൾ കൊണ്ടുവരണം. എല്ലാ തരത്തിലുള്ള ആൾക്കാരുമായിട്ടും നമ്മൾ കൃത്യമായിട്ട് സംവാദിക്കുകയും അവരിൽ നിന്ന് നമുക്ക് ഇൻസൈറ്റ്സ് കളക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാത് പ്രോബ്ലത്തിനെ കുറിച്ച് പലപ്പോഴും ഏറ്റവും വീക്ക് നമ്മുടെ ഒരുപക്ഷെ ഐഡിയയിൽ ഏറ്റവും വീക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ സ്റ്റേക്ക് ഹോൾഡർ സർവേ ഒക്കെ പിന്നെ ചെയ്താലും ആദ്യമേ നമ്മൾ വ്യക്തമായിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഏരിയ കൃത്യമായിട്ടും പ്രോബ്ലം കണ്ട് പ്രോബ്ലം മനസ്സിലാക്കി പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് ഐഡിയ ആയിട്ട് വരുമ്പോഴേ നമ്മൾ ഈ ഒരു സാധനങ്ങൾ ബാക്ക് എൻഡിൽ ചെയ്തിട്ട് കൊണ്ടുവന്നാൽ അതിന് കുറച്ചുകൂടി ആക്സെപ്റ്റബിലിറ്റിയും അതിൻ്റെ ഒരു ഇമ്പാക്റ്റും വളരെ കൂടുതലായിരിക്കും. റൈറ്റ്. അപ്പോൾ അതിനകത്ത് സ്റ്റേക്ക് ഹോൾഡർ കമ്മ്യൂണിറ്റി, അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. ഇപ്പം പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമ്പിൾ എടുത്തിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അവിടെ റെസിഡൻസ് ഉണ്ടാവും, എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ടാവും, സ്റ്റാഫുകളും ഗാർഡുകളുണ്ടാവും, ക്ലീനിങ് സ്റ്റാഫ്സ് ഉണ്ടാവും, കമ്മിറ്റി മാനേജ്മെൻറ്റിലും ആയിട്ട് ബന്ധപ്പെട്ട് വലിയ വലിയ സ്ഥാപനങ്ങളിലുള്ളവരുണ്ടാവും. നമ്മൾ പല ഏരിയയിലുള്ള ആൾക്കാരുമായിട്ടും കളക്ട് ചെയ്യണം. ഈക്വിറ്റി ലെൻസ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എൽഡർലി ആയിട്ടുള്ള ആൾക്കാർ, ലോ ഇൻകം ആയിട്ടുള്ള ആൾക്കാർ, അവിടെ വലിയ ആൾക്കാരെ മാത്രമല്ല, നമ്മൾ എല്ലാവരെയും എല്ലാ രീതിയിലുള്ള അതൊരു വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കണം. എക്സ്റ്റെൻഡഡ് ഇമ്പാക്ട് നെയ്ബറിംഗ് കമ്മ്യൂണിറ്റീസ്. റൈറ്റ്. അപ്പം പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ ചുറ്റുപാടും മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തോട്ടുള്ളൊരു സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ അസോസിയേഷൻസ്, എല്ലാവരും, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റും എല്ലാവരിൽ നിന്നും അത് ഒരുപാടില്ലെങ്കിൽ പോലും നമ്മളൊരു സാമ്പിൾ എല്ലായിടത്തു നിന്നും വേണം. എല്ലാവരെയും കേട്ടിട്ട് വേണം നമ്മളൊരു സൊല്യൂഷനിലേക്ക് അല്ലെങ്കിൽ ഐഡിയയിലേക്ക് വരാനായിട്ട്. അപ്പോൾ അതെപ്പോഴും കുട്ടികളെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കാൻ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മളെ ചുറ്റുപാടുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് കുട്ടികളോട് വരാൻ പറയാം. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ സ്റ്റേക്ക് ഹോൾഡർ മാപ്പിംഗ് എന്ന് പറയുന്നു. അപ്പൊ കൃത്യമായിട്ടും ഈ പ്രോബ്ലങ്ങൾ ഈ ആൾക്കാരെ പോയി കാണുകയും അവരുമായി അവരിൽ നിന്ന് ഇൻസൈറ്റ്സ് കളക്ട് ചെയ്യുകയും അവരുമായി കണക്ട് ചെയ്യുന്നതിന് നമ്മൾ സ്റ്റേക്ക് ഹോൾഡർ മാപ്പിംഗ്. ഈ സ്റ്റേക്ക് ഹോൾഡർ മാപ്പിംഗ് കൃത്യമായിട്ട് ചെയ്താൽ ഞാൻ 100% എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, ഒരു 75-80% ഐഡിയാസ് കൃത്യമായിട്ടും ഫസ്റ്റ് ഇതിൽ തന്നെ നമ്മുടെ ഇവാലുവേഷനിൽ കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. പലപ്പോഴും ഇതിൻ്റെ ഒരു കുറവ് കൊണ്ടാണ്. കാരണം ഇപ്പം ഇവാലുവേഷനിൽ ഇരിക്കുന്ന, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിസ്ട്രിക്ട് ലെവൽ ഇവാലുവേഷനിൽ ഇരിക്കുന്ന ആൾക്കാർ മിക്കവാറും ഡൊമൈൻ എക്സ്പേർട്സും ടെക്നോളജി എക്സ്പേർട്സൊക്കെയാണ്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അവരുടെ ഏരിയ ആകുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാമായിരിക്കും. അപ്പോൾ അവരെ പല ആംഗിളിൽ ചോദിക്കും, നിങ്ങൾ ഇന്നാരെ മീറ്റ് ചെയ്തോ, അവരിൽ നിന്ന് എന്താണ് കിട്ടിയത്. ഇപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു മേഖലയാണ് എടുക്കുന്നെങ്കിൽ എഡ്യൂക്കേഷനായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് മാത്രമല്ല. ടീച്ചേഴ്സ് ഉണ്ടാവും, സ്റ്റുഡൻസ് ഉണ്ടാവും, പാരൻസ് ഉണ്ടാവും, ഇൻഡസ്ട്രീസ് ഉണ്ടാവും, സ്റ്റാർട്ടപ്സ് ഉണ്ടാവും, ഗവൺമെൻറ് ഉണ്ടാവും, NGOs ഉണ്ടാവും, ഓൺട്രപ്രനേഴ്സ് ഉണ്ടാവും, ഇങ്ങനെ പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതിനുള്ള എല്ലാ ആൾക്കാരുമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്തെങ്കിൽ മാത്രമേ നിന്ന് ഇൻസൈറ്റ്സ് വരുമ്പോഴേ, ഇപ്പം നമ്മൾ ഇന്ന് ഒരു കോർപ്പറേറ്റ് ഒരു IT ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളിനോട് ഇന്നത്തെ എഡ്യൂക്കേഷൻ്റെ ഇഷ്യൂസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയാളിൽ നിന്ന് കിട്ടുന്ന ഇൻസൈറ്റ്സ് അല്ല ഒരു ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നത്. ആ ഇൻസൈറ്റ്സ് അല്ല ഒരു ഓൺട്രപ്രണറിൽ നിന്ന് കിട്ടുന്നത്. ആ ഇൻസൈറ്റ് അല്ല ഒരു പാനലിൽ നിന്ന് കിട്ടുന്നത്. ഇൻസൈറ്റ്സ് ആർ ഡിഫറെൻറ്റ് ആൻഡ് ഓരോ ഇൻസൈറ്റ്സും ഓരോ യുണീക്ക് ഇൻപുട്സ് ആണ്. സോ ഈച്ച് ഇൻസൈറ്റ്സ് ആർ യുണീക്ക് ഇൻപുട്സ് ആൻഡ് നമ്മുടെ ഹോളിസ്റ്റിക് ഇന്നോവേഷൻ മോഡൽ, അല്ലെങ്കിൽ നമ്മളെ ഹോളിസ്റ്റിക് ഇന്നോവേഷൻ, ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്, നമ്മൾ സസ്റ്റൈനബിൾ ഐഡിയ ആണ് നമ്മൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഈ എല്ലാ ഇൻസൈറ്റ്സും നമ്മൾ കവർ ചെയ്യുന്ന, അതിൽ ടച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ചിലപ്പോൾ നമുക്ക് എല്ലാം ടച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് 80-90% വി ഹാവ് ടു കവർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലേ ആ ഒരു കോംപ്രിഹെൻസീവ് സൊല്യൂഷൻ ആ പ്രോബ്ലത്തിന് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് വാട്ട് ഈവൻ ഇന്നോവേഷൻ പ്രോഗ്രാംസ് ആർ ലുക്കിംഗ് ഫോർ. കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സൊല്യൂഷനാണ്. നമ്മൾ മൊബൈൽ ഫോൺസ് കൊണ്ടുവന്ന സമയത്ത് ഫോണിൽ നിന്ന് മൊബൈൽ ഫോണിലേക്ക് വന്നപ്പോഴും ഇന്ന് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് സൊല്യൂഷൻ ഫോർ മെനി പ്രോബ്ലംസ്. ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് സൊല്യൂഷൻ. അതെങ്ങനെയാണ് കൊണ്ടുവന്നത്? പല ഇതിൽ നിന്നും ഇതുപോലെ സ്റ്റേക്ക് ഹോൾഡർ ഇൻട്രാക്ഷൻ നടത്തിയിട്ടാണ് അവർ ഇതിലേക്ക് എത്തിച്ചത്. അത് മാത്രമല്ല, ഈവൻ നമ്മുടെ ബാങ്കിങ് സിസ്റ്റം, ഹൗ ബാങ്കിങ് സിസ്റ്റം ഹാവ് ട്രെമൻഡസ്ലി ചേഞ്ച്ഡ്.
ഇതിൽ നിന്ന് കസ്റ്റമേഴ്സിൽ നിന്നും ക്ലയൻസിൽ നിന്നും അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ നിന്ന് കിട്ടിയ ഇൻസൈറ്റ്സും കൂടി വച്ചിട്ടാണ് അതിങ്ങനെ അതിനെ ഡെവലപ്പ് ചെയ്ത് ഈ മേഖലയിലേക്ക് എത്തിച്ചത്. അങ്ങനെ പലതും നമ്മൾ പ്രൊഡക്ട്സ് എടുത്താലും ഈവൻ റിസർച്ചസ് ആയാലും പല അപ്ലൈഡ് റിസർച്ചസും അങ്ങനെ തന്നെയാണ്. കാരണം പല മേഖലയിൽ നിന്ന് നമ്മൾ അങ്ങനെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള റിസർച്ചുകൾ ചെയ്യുമ്പോഴും ഈ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നമ്മൾ എൻഗേജ് ചെയ്യാൻ മറക്കരുത്, അവരിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അവിടെയാണ് ഇതിനെ നമ്മൾ വോയിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത്. സോ യു ഹാവ് ടു ഐഡന്റിഫൈ ദി നീഡ്സ്, അവർക്ക് എന്താണ് വേണ്ടത്, അവരുടെ വോൺസ് ക്യാപ്ചർ ചെയ്യാൻ മറക്കരുത്, അവരുടെ എക്സ്പെക്ടേഷൻസ് നോട്ട്, അവരുടെ ഡിസ്ലൈക്സ് എന്തൊക്കെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ അവരെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്, അവരെന്താണ് അവർക്ക് വേണ്ടത്, അവരുടെ വോൺസ് എന്താണ്, അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ ഡിസ്ലൈക്സ് എന്തൊക്കെയാണ്, ഇപ്പോൾ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനകത്തുള്ള ഡിസ്ലൈക്സ് എന്തൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് ഹരിതകർമ്മ സേനയുണ്ട്, അതിനകത്തും ചിലപ്പോൾ പിറ്റ്ഫോൾസ് ഉണ്ടാവും. എന്തൊക്കെയാണ് പൊട്ടൻഷ്യൽ പിറ്റ്ഫോൾസ് എന്തൊക്കെയാണ്. അപ്പം നമുക്ക് കൊണ്ടുവരുന്ന ഒരു കോംപ്രിഹെൻസീവ് സിസ്റ്റത്തിനകത്ത് ഇതൊന്നും ഇല്ലാത്ത ഏറ്റവും നല്ല ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞത്, വിച്ച് ക്യാൻ ഈവൻ കംപ്ലൈ 75 to 80% ഓഫ് ദ പ്രോബ്ലം ടു ബി സോൾവ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അങ്ങനെയുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ഐഡിയാസിനാണ് ഒരുപക്ഷെ നമ്മൾ എന്താണ് ലെവലിലേക്ക് അത് തന്നെ ഒരു ഇംപ്ലിമെൻറ്റബിൾ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു. റൈറ്റ്, അങ്ങനെ നമ്മൾ വോയിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ ചെയ്യുന്നത്. അപ്പോൾ വോയിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ ഞാൻ പറഞ്ഞാൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഗ്യാദർ ചെയ്യാം, സർവേസ് വേണമെങ്കിൽ നടത്താം, ഒരു ഗൂഗിൾ ഫോം ഇട്ട് കൊടുത്താലും മതി, ഫീൽഡ് വിസിറ്റ് ഉണ്ട്, ഇതെല്ലാം വേണമെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇത് ആദ്യമേ ഒന്ന് ഈ ഇൻസൈറ്റ്സ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്ത് പോയി ഈ ഇൻസൈറ്റ്സ് ഒന്ന് കളക്ട് ചെയ്തല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാലും മതി. ഇഫ് യു ക്യാൻ ഏബിൾ ടു കളക്ട് ഇറ്റ്, അത് കുട്ടികൾക്ക് ഭയങ്കര മുതൽക്കൂട്ടാണ്. അതിന് നമുക്കൂടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആസ് ടീച്ചേഴ്സ് നമുക്ക് കുറച്ച് കണക്ട് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ ഇഷ്യൂ ആയിട്ട് നമ്മുടെ അടുത്തുള്ള അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരോട് ചോദിക്കുക, അല്ലെങ്കിൽ കണക്ട് ചെയ്ത് കൊടുക്കുക, കുട്ടികൾ സംസാരിക്കട്ടെ, അപ്പോൾ അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടും. പ്ലാസ്റ്റിക് വേസ്റ്റ് ആയാലും ശരിയാണ്, ഇപ്പോൾ ഏതാണെങ്കിലും. അപ്പോൾ ഞാൻ ആ ഒരു പ്രോബ്ലം ബേസ് ചെയ്തിട്ട് ഇപ്പോൾ സ്കില്ലിംഗ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്കില്ലിംഗ് നമുക്ക് കുറേ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ആസ് ടീച്ചേഴ്സ്. അതുപോലെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് അറിയാവുന്ന ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ബിഫോർ ദേ സബ്മിറ്റ് ദെയർ ഐഡിയ, ലെറ്റ് ദം ടോക്ക് ടു ദീസ് പീപ്പിൾ. അവർ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് സംസാരിക്കാൻ. ഇത് നമ്മൾക്ക് വളരെ വളരെ ഫ്ലിംസി ആയിട്ട് നടക്കുന്ന ഒരു ഏരിയയാണ്. ഇത് നമുക്കൊന്ന് കോൺക്രീറ്റ് ആക്കണം. ഈ ഒരു ഏരിയ കോൺക്രീറ്റ് ആക്കിയാൽ മോസ്റ്റ് ഓഫ് ദ ഐഡിയാസ് വിൽ ഗെറ്റ് സെലക്റ്റഡ് എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് ബേസിക്കലി പോകുന്നില്ല, എങ്ങനെ ചെയ്യാന്നുള്ള. നമ്മൾ അതിനകത്ത് വലിയ ഇഷ്യൂസ് ഒന്നുള്ളതല്ല. അപ്പം നമ്മൾ ബേസിക്കലി വെൻ യു ടോക്ക് അബൌട്ട് ദിസ്, ഈ വോയിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടും എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒരു പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ആ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് കളക്ട് ചെയ്യുക, ആ ഇൻസൈറ്റ്സ് കളക്ട് ചെയ്ത് അത് അവർക്ക് എന്താണ് പറയാനുള്ളത് മനസ്സിലാക്കി അതും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്ത് വേണം ഞാൻ ഐഡിയയിലേക്ക് പോകാനുള്ളത്. ദെൻ സ്റ്റേക്ക് ഹോൾഡർ ക്വസ്റ്റ്. ഇനി അതിനകത്ത് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനിക്കൊരു കാര്യം, നമ്മൾ ചോദിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാം, പലപ്പോഴും പലർക്കും ഉള്ള സംശയമാണ് എന്തൊക്കെയാണ് ഞാൻ ചോദിക്കേണ്ടത് സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട്. അപ്പോൾ അവർക്ക് 3 കാര്യങ്ങൾ അതിനകത്ത് പറയാനുള്ളൂ. ഒന്ന്, പ്രോബ്ലം ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ചോദിക്കുക. നിങ്ങളെടുത്ത ഏരിയയുടെ പ്രോബ്ലം ബാക്ക്ഗ്രൗണ്ട്, എങ്ങനെയാണ് ഈ പ്രോബ്ലം ഒറിജിനേറ്റ് ചെയ്തത്, അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു എലാബറേറ്റ് ചെയ്യാൻ പറയണം. അതിൽ നിന്ന് നമുക്ക് ഇൻസൈറ്റ്സ് നമുക്ക് കളക്ട് ചെയ്യാം. ഒന്ന് റെക്കോർഡ് ചെയ്താലും കുഴപ്പമില്ല, കാരണം വീണ്ടും കേട്ടു നോക്കാൻ പറ്റും. ദെൻ വൈ ഡു യു തിങ്ക് ദാറ്റ് ദ പ്രോബ്ലം ഈസ് ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്തെങ്കിലും പാസ്റ്റ് എഫേർട്സ്, നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പല പ്രശ്നങ്ങളും പാസ്റ്റ് എഫേർട്സ് ഉണ്ടായിട്ടുണ്ട് സോൾവ് ചെയ്യാനായിട്ട്. ഇഫ് സോ വാട്ട് ഹാപ്പൻഡ്, അത് പരാജയപ്പെട്ടും കാണും. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ പറയുക. ദെൻ ഷെയർ എ സ്പെസിഫിക് ഇൻസിഡൻറ്റ് വെൻ യു എക്സ്പീരിയൻസ് ദ പ്രോബ്ലം. നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു എക്സ്പീരിയൻസ് ചെയ്ത ഒരു ഇൻസിഡൻറ്റ് എക്സ്പീരിയൻസ് ചെയ്ത് പറയുക, ഈ ഒരു പ്രോബ്ലം കാരണം അതെന്താണെന്ന് അവർ ചോദിക്കുക. ഈസ് ദർ എനിത്തിങ് എൽസ് ക്രിട്ടിക്കൽ യു വോണ്ട് ടു ഹൈലൈറ്റ്. ഇപ്പോൾ നമ്മുടെ ട്രാഫിക് ഇഷ്യൂ ആണ്. ട്രാഫിക് ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ പിന്നെ ട്രാഫിക്കായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് പറയും. പല ഇൻസിഡൻസ് പലർക്കും ഉണ്ടാവും. ഇൻ്റർവ്യൂ സമയത്തിന് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും, ഇല്ലെങ്കിൽ മീറ്റിംഗ്സിന് മിസ്സായി പോയവരുണ്ടാവും, ക്ലാസ്സിലേക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റാതെ ഓഫീസിലെത്താൻ പറ്റാത്തവരുണ്ട്, പല കാര്യങ്ങളും ഇഷ്യൂസ് പലതും ഉണ്ടായ ആൾക്കാരുണ്ടാവും, പല പ്രശ്നങ്ങളും ട്രാഫിക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഐഡിയ. സോ ഫസ്റ്റ് ഈസ് പ്രോബ്ലം ബാക്ക്ഗ്രൗണ്ടായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. ഇത് ജനറൽ ചോദ്യങ്ങളാണ്. നമുക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് വേണം നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ഏരിയ ആണ് ആ ഏരിയയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യങ്ങൾ ചോദിക്കാം. ദെൻ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ബിൽഡർ. ഇതിനകത്ത് ഹൂ ഈസ് എ പേഴ്സൺ എക്സ്പീരിയൻസിങ് ദി പ്രോബ്ലം. ഇത് ഇപ്പോൾ ഒരു ഫാമർ ആണെങ്കിൽ നിങ്ങളുടെ പെയിൻ പോയിന്റ്സ് എന്താണ്, എന്തൊക്കെ പെയിൻ പോയിന്റ്സ് ആണ്. അപ്പോൾ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും പറയാനായിട്ട്. വാട്ട് ഇസ് ദ യൂസർ നീഡ്, അത് നിങ്ങൾക്ക് എന്താണ് അതിന് പകരം വേണ്ടത്.
ഹൗ ഡസ് യു നോ ദാറ്റ് യു ഹാവ് സക്സീഡഡ്? ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതെങ്ങനെ സോൾവ് ചെയ്ത് ഇതെങ്ങനെ ഈ പ്രോബ്ലം നിങ്ങളിപ്പോൾ സക്സീഡ് ചെയ്ത് സോൾവ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നവരോട് ചോദിക്കുക. അപ്പോൾ അവർ നമ്മൾ വിചാരിക്കുമ്പോഴല്ല, അവർ ചിന്തിക്കുന്ന ചില പോയിന്റ്സുകൾ പലപ്പോഴും നമുക്ക് നമ്മളുടെ ഐഡിയ ജനറേഷനിൽ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ അവരിൽ നിന്ന് കളക്ട് ചെയ്യുക. ദെൻ ബെനിഫിഷ്യറി എന്ന് പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അവരിൽ നിന്ന് അവരെ ലൊക്കേഷനിൽ എവിടെയുള്ള ആൾക്കാരാണ്. കാരണം ഓരോ ലൊക്കേഷൻ വൈസിൽ വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു പക്ഷേ ഇപ്പം കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഓരോ ലൊക്കേഷൻ അതാത് ഇക്കോസിസ്റ്റത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം കൾച്ചറും സോഷ്യലും ലൊക്കേഷനും ഒക്കെ അനുസരിച്ചിട്ട് ഇൻസൈറ്റ്സുകൾ മാറും. ഇപ്പം നോർത്തിലേക്ക് പല ആൾക്കാരും തരുന്ന ഇൻസൈറ്റ്സ് അല്ല ഒരുപക്ഷെ സൗത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ സെൻട്രലിലേക്ക് വരുമ്പോൾ. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ടും എവിടെയാണ് അത് എവിടെ നിന്നാണ് പറയുന്നത്, അവരുടെ എക്സ്പീരിയൻസ് ഏത് മേഖലയിലാണ്, എന്തുകൊണ്ട് അവിടെ അങ്ങനെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്ലഡിങ്ങിൻ്റെ കേസാണെങ്കിൽ ഫ്ലഡിങ് ഒരു പക്ഷേ സദേൺ പാർട്ടിൽ വളരെ ഒരുപക്ഷെ കുറവായിരിക്കും, സെൻട്രൽ പാർട്ട് അല്ലെങ്കിൽ നോർത്തേൺ പാർട്ടിൽ കൂടുതലാകാം. ഞാനൊരു ഇത് പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ അവിടെ പല ജോഗ്രഫിക്കൽ ഡിഫറൻസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ട് അവിടെ വാട്ടർ സസ്റ്റെയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ ക്ലോഗിങ് ഉണ്ടാകുന്നു എന്നുള്ളത് കൃത്യമായിട്ടും അങ്ങനെയുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഒരിക്കലും നമുക്ക് ഒരു സൊല്യൂഷൻ വൺ ഫിറ്റ്സ് ഫോർ ആൾ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പറ്റും. ചില പ്രോബ്ലംസ് വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിക്കറ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇന്റർ ഡിസിപ്ലിനറി പല തോട്ട് പ്രോസസ്സിൽ കൂടി മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇൻസൈറ്റ്സ് കളക്ട് ചെയ്യണം എന്ന് പറയുന്നത്. ദെൻ എനി അതർ സ്പെസിഫിക് ക്യാരക്ടേഴ്സ് ബെനിഫിഷ്യറി ഐഡന്റിഫൈഡ്, അവരെന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? ക്യാൻ എനി സച്ച് ബെനിഫിഷ്യറി എക്സിസ്റ്റ് എൽസ്വെയർ ഇൻ ദ സ്റ്റേറ്റ്? ഇതുപോലെയുള്ള പലപ്പോഴും ഇങ്ങനെയുള്ള ഇഷ്യൂസ് വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ടും നമ്മൾ മനസ്സിലാക്കുക. ഇതിനെ ബേസിസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്, പ്രോബ്ലം ക്യാൻവാസ്. പലപ്പോഴും ആൾക്കാർ വ്യക്തമായിട്ട് ചെയ്യാത്തൊരു കാര്യമാണ് പ്രോബ്ലം ക്യാൻവാസ് എന്ന് പറയുന്നത്. സോ ആ പ്രോബ്ലം ക്യാൻവാസ് എന്താണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അവിടെ നിങ്ങൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് പ്രോബ്ലം ക്യാൻവാസിനകത്ത് ഇതാണ് പ്രോബ്ലം ക്യാൻവാസ്. അപ്പോൾ ഈ പ്രോബ്ലം ക്യാൻവാസിനകത്ത് ഈ ഒരു പ്രോബ്ലം ക്യാൻവാസ് കൃത്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, കുട്ടികളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക്കലി ഇഫ് യു ക്യാൻ ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ക്രിയേറ്റ് ദിസ്, അവരുടെ ഒരു ഹാഫ് ഓഫ് ദി ജോബ് ഇസ് ഡൺ എന്ന് വേണമെങ്കിൽ കൃത്യമായിട്ട് പറയാം. കാരണം ഇതാണ് നമ്മൾ ആ പോർട്ടലിനകത്ത് കൃത്യമായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ വരാൻ പറ്റും? അപ്പോൾ ഇവിടെ നമ്മൾ പ്രോബ്ലം അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഔട്ട്ലൈൻ, കോണ്ടെക്സ്റ്റ്, റൂട്ട് കോസ്, കറണ്ട് ഓൾട്ടർനേറ്റീവ്സ്, ഷോർട്ട് കമ്മിങ്സ് ഓഫ് ദി കറണ്ട് ഓൾട്ടർനേറ്റീവ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്, ഇപ്പോഴത്തെ കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്, ഫിനാൻഷ്യൽ സോഷ്യൽ ഇമോഷണൽ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്, ഇത് കൃത്യമായിട്ട് ഇതായിരിക്കണം ഇതിൻ്റെ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത്, അതായത് ഒരു ഐഡിയ ഒരു തീം കണ്ടുപിടി കുട്ടി ഇതിലേക്ക് വരുന്ന ഒരു കുട്ടി ആദ്യമായിട്ട് എനിക്ക് YIP ഒരു ഐഡിയ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണം. പ്രോബ്ലം രണ്ട് രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാം. ഒന്ന് ഞാൻ പറഞ്ഞ 30 തീമുകളിൽ നിന്നും നിങ്ങൾക്ക് സബ് തീമിൽ നിന്നും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അത് നിങ്ങൾ ചുറ്റുപാടും നോക്കി, അല്ലെങ്കിൽ നിങ്ങളെ ടീച്ചർമാരുമായിട്ട് ചേർന്ന് നിന്നും അല്ലെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കളുമായി ചേർന്ന് നിന്ന് കണ്ടുപിടിക്കാം. അതല്ല എനിക്ക് അത്രയും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി റിയൽ വേൾഡ് പ്രോബ്ലം 1970 പ്രോബ്ലംസ് ഷെൽഫിൽ പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഒരു പ്രോബ്ലം എടുക്കുന്നു. ആ പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ ഞാൻ അടുത്തത് ചെയ്യേണ്ടത് ആരൊക്കെയാണ് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഈ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പോയി മീറ്റ് ചെയ്യുക. അത് മീറ്റ് ചെയ്യാനായിട്ട് ഞാൻ പല മാർഗങ്ങൾ പറഞ്ഞു. അത് മീറ്റ് ചെയ്ത് വി ട്രൈ ടു ആൻസർ ദി 4 Ws ആൻസർ ചെയ്യുക. അതായത് ഹൂ, വാട്ട്, വെയർ, വൈ എന്നുള്ള ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. അതോടൊപ്പം സ്റ്റേക്ക് ഹോൾഡറിൽ നിന്ന് കൃത്യമായിട്ടും എല്ലാ സ്റ്റേക്ക് ഹോൾഡറും, അതായത് വി ഷുഡ് ഹാവ് ദി ലെൻസ് ഓഫ് ഇക്വിറ്റി. ആ ഒരു പല ജെൻഡർ ലെൻസ് ആയാലും ഇക്വിറ്റി ലെൻസ് ആയാലും സസ്റ്റൈനബിലിറ്റി ആയാലും അത് ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും നമ്മൾ അതിനകത്തേക്ക് കൊണ്ടുവരിക. അവരിൽ നിന്നുള്ള ഇൻസൈറ്റ്സ് കൃത്യമായിട്ട് കളക്ട് ചെയ്യുക. കളക്ട് ചെയ്യാനായിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു 3 പെർസ്പെക്റ്റീവിൽ, പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് തൊട്ടുള്ള ആ പ്രോബ്ലം ഡെവലപ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് മുതൽ ചോദ്യങ്ങൾ മൊത്തം അവരുടെ കൾച്ചറൽ ലൊക്കേഷണൽ കോണ്ടെക്സ്റ്റുവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അവരിൽ നിന്നുള്ള ഇൻപുട്സ് നിങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻപുട്സ് എല്ലാം കളക്ട് ചെയ്യുന്ന എന്തിനാണ്? നമുക്ക് പ്രോബ്ലം കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി, പ്രോബ്ലം ക്യാൻവാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത്രയും കൊണ്ടുവന്ന് ഇതിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പകുതി ജോബ് എന്ന് പറയുന്നത് ഹാഫ് ദി ജോബ് ഈസ് ബീൻ ഡൺ ഇഫക്റ്റീവ്ലി. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതിലേക്ക് പിന്നെ നമുക്ക് കിട്ടുന്ന ഇൻസൈറ്റ്സുകൾ വെച്ചുകൊണ്ട് അതിനെ നമുക്ക് വീണ്ടും ഇത് സെലക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അടുത്ത ഫേസിലേക്ക് പോകുമ്പോൾ വീണ്ടും ഹാൻഡ് ഹോൾഡിങ് ട്രെയിനിങ്ങും സ്റ്റേക്ക് സർവേ ഒക്കെ നടത്തി നമുക്ക് അതിനെ കുറച്ചുകൂടി റിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമേ ഫൗണ്ടേഷൻ കറക്റ്റ് ആണെങ്കിൽ റിഫൈൻമെന്റ് നടക്കുള്ളൂ. പലപ്പോഴും പല കുട്ടികളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാർ ഈ ഐഡിയ ഇനി മാറ്റാൻ പറ്റുമോ, ഇത് മൊത്തത്തിലൊന്ന് മാറ്റിയാലേ ഇനി അത് പറ്റത്തുള്ളൂ. അതിനകത്ത് റീസൺ അതാണ്, ആദ്യമേ ആ ഫൗണ്ടേഷൻ കൃത്യമല്ല, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കൃത്യമായിട്ട് ആദ്യമേ ആ ഫൗണ്ടേഷൻ നമ്മൾ കൃത്യമായിട്ട് ലേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ബിൽഡ് ചെയ്യാം.
റൈറ്റ്. അപ്പോൾ അതിന് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഫൗണ്ടേഷനാണ് ഈ പ്രോബ്ലം ക്യാൻവാസ്. ഇത്രയും അപ്പോൾ ഈ പ്രോബ്ലം ക്യാൻവാസിനകത്ത് ഒന്ന് പ്രോബ്ലം അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഔട്ട്ലൈൻ എന്താണ്. അപ്പം നമ്മൾ ആ 4Ws കൂടി നമുക്ക് കൃത്യമായിട്ട് പ്രോബ്ലം ഓപ്പർച്യൂണിറ്റി ഔട്ട്ലൈൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. കൃത്യമായിട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അതിനാണ് ആ 4Ws ഞാൻ ചെയ്യാൻ പറഞ്ഞത്. 2 കോണ്ടെക്സ്റ്റ്, വാട്ട് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പ്രോബ്ലം, വൈ ഡിഡ് ഇറ്റ് കം ഔട്ട്. നമ്മൾ വോയിസ് സ്റ്റേക്ക് ഹോൾഡറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ, നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പം കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ ചോദ്യം കോണ്ടെക്സ്റ്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് കോണ്ടെക്സ്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കോണ്ടെക്സ്റ്റ് മനസ്സിലായി. ദെൻ പിന്നെയുള്ള റൂട്ട് കോസ് അനാലിസിസ്, മൂലകാരണം കണ്ടുപിടിക്കുക. എങ്ങനെയാണ് മൂലകാരണം കണ്ടുപിടിക്കുന്നത്? ബേസിക്കലി വി ആസ്ക് വൈ 5 പ്രാവശ്യം. ഇപ്പം ഞാൻ നേരത്തെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഇഷ്യൂ എടുത്തു. പ്ലാസ്റ്റിക് ഇഷ്യൂ ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ പ്രശ്നം. ബേണിംഗ് ഓഫ് പ്ലാസ്റ്റിക് ക്രിയേറ്റ്സ് ടോക്സിക് എൻവയോൺമെൻറ്റ് ആൻഡ് കോസസ് ഹെൽത്ത് ഇഷ്യൂസ്. പ്ലാസ്റ്റിക് കത്തിച്ചു കഴിഞ്ഞാൽ ഹെൽത്തും ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും അസുഖങ്ങളും ഉണ്ടാകും. അപ്പം നമ്മൾ 5 അതായത് റൂട്ട് കോസ് അനാലിസിസ് എങ്ങനെയാണ് വൈ ചോദിക്കുന്നതാണ്. ഫസ്റ്റ് ചോദ്യം വൈ ദി ഹെൽത്ത് ഡിസീസ് ഈസ് കോസ്ഡ്. എന്തുകൊണ്ടാണ് ഹെൽത്ത് ഡിസീസ് വരുന്നത്? വൺ ഓഫ് ദ റീസൺ ഈസ് ഹെൽത്ത് ഡിസീസ് ഈസ് കോസ്ഡ് ഓർ ആർ കോസ്ഡ് ഡ്യൂ ടു ടോക്സിൻസ് റിലീസ്ഡ് ബൈ ബേണിംഗ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ്. പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ ബേണിംഗ് കൊണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകുന്നത്. ആദ്യത്തെ ആൻസറാണ് രണ്ടാമത്തെ ചോദ്യം, വൈ പ്ലാസ്റ്റിക്സ് ആർ ബേൺഡ്. ബിക്കോസ് പീപ്പിൾ ആർ നോട്ട് അവെയർ അബൌട്ട് ദ ഈസി മീൻസ് ഓഫ് പ്ലാസ്റ്റിക് ഡിസ്പോസൽ. പലർക്കും ഒരുപക്ഷെ അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് അതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാകാം, അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള മെക്കാനിസംസ് ഇല്ലാത്തതുകൊണ്ടാകാം. എന്താണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാം. മൂന്നാമത്തെ ചോദ്യം, വൈ പീപ്പിൾ ആർ നോട്ട് അൺഅവെയർ അബൌട്ട് അതർ മീൻസ്. കാരണം എന്താണ്? അതർ മീൻസ് ഓഫ് പ്ലാസ്റ്റിക് ഡിസ്പോസൽ ആർ നോട്ട് പ്രൊമോട്ടഡ് ഓർ ഇംപ്ലിമെൻറ്റഡ്. ഇവിടെ അത് പ്രൊമോട്ട് ചെയ്യുകയോ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയോ ഇല്ല. നമ്മളിപ്പോൾ സ്ലോലി ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ഒഫൻസാണ്. അപ്പം ഇവിടെ അങ്ങനെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ ഇല്ലാത്തതിൻ്റെ കാരണം കൊണ്ടാണ് അങ്ങനെ ആൾക്കാർ ചെയ്യാൻ കാരണം. ഞാൻ എക്സാമ്പിളാണ് പറയുന്നത്. ദെൻ അടുത്ത വൈ ആർ ഇൻ ഓൾട്ടർനേറ്റീവ്സ് ഓഫ് അതർ മീൻസ് ഓഫ് പ്ലാസ്റ്റിക് ഡിസ്പോസൽ ആർ നോട്ട് പ്രൊമോട്ടഡ് ഇംപ്ലിമെൻറ്റഡ്. എന്തുകൊണ്ടാണ് വേറെ ഓൾട്ടർനേറ്റീവ്സ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാത്തത്? ബിക്കോസ് അതർ മീൻസ് ഓഫ് പ്ലാസ്റ്റിക് ഡിസ്പോസൽ ആർ നോട്ട് പ്രൊമോട്ട് ഇംപ്ലിമെൻറ്റ് ഡ്യൂ ടു ടൈം, റിസോഴ്സ്, ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻ. ടൈമിൻ്റെ പ്രശ്നമുണ്ട്, നമുക്ക് റിസോഴ്സിൻ്റെ പ്രശ്നമുണ്ട്, അതോടൊപ്പം ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻ ഉള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ്. അവസാനത്തെ വൈ ആർ അതർ മീൻസ് ഓഫ് പ്ലാസ്റ്റിക് ഡിസ്പോസൽ ഹാവ് ടൈം, റിസോഴ്സ്, ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻ. എന്തുകൊണ്ടാണ് ടൈം, റിസോഴ്സ്, ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻ ഉള്ളത്? ബിക്കോസ് അതർ മീൻസ് ഓഫ് പ്ലാസ്റ്റിക് ഡിസ്പോസൽസ് is due to the unavailability of appropriate technology. So other means of plastic disposal have time, resource, financial constraint due to unavailability of appropriate technology. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാരണം unavailability of appropriate technology, ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ നോ ഗെയിൻ ടു എനി സ്റ്റേക്ക് ഹോൾഡർ. ഇതുകൊണ്ട് എനിക്ക് പ്രയോജനമില്ലായ്മയും അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ടും നല്ല കറക്റ്റായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ടെക്നോളജി ഇല്ലാത്തത് കൊണ്ടുമാണ് പലപ്പോഴും ആൾക്കാർ എന്ത് ചെയ്യും, ഇതെങ്ങനെ ഡിസ്പോസ് ചെയ്തല്ലേ പറ്റുള്ളൂ, അവർ കത്തിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഭയങ്കര ഒരു ഇഷ്യൂ ആണ് നമുക്ക് ഉണ്ടാകുന്നത്. ഇതിനെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഈ റൂട്ട് കോസ് കൃത്യമായിട്ട്. അപ്പം റൂട്ട് കോസ് എഴുതുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എഴുതണം. സോ ദി റൂട്ട് കോസ് ഓഫ് ദി പ്രോബ്ലം ഇസ്, യു ക്യാൻ സി, ദാറ്റ് ഈസ് ദി പ്ലാസ്റ്റിക് വേസ്റ്റ്. Burning of plastic as means of plastic disposal have time, resource, financial constraint due to unavailability of appropriate technology infrastructure which does not benefit the user. അപ്പോൾ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ദ unavailability of appropriate technology, infrastructure, as well as no gain to the user. ഇതുകൊണ്ടാണ് ബേസിക്കലി ആൾക്കാർ അത് നല്ല രീതിയിൽ പ്ലാസ്റ്റിക് ഡിസ്പോസ് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ വരുമ്പം ഇതിനെ അഡ്രസ് ചെയ്യുന്നത്, അതായത് അപ്രോപ്രിയേറ്റ് ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ അത് ഉപയോഗിച്ച് ആൾക്കാർക്ക് അല്ലെങ്കിൽ യൂസേഴ്സിന് ഒരു ഗെയിൻ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ആലോചിക്കുക. അപ്പം അത് അങ്ങനെ വരുമ്പം ആൾക്കാർ എന്ത് ചെയ്യും, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ടെക്നോളജി ഉണ്ട്, അവർക്കൊരു ഗെയിനും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആൾക്കാർ ആ ഒരു രീതിയിലേക്ക് മാറും. നമ്മൾ സാധാരണ സിംഗപ്പൂരൊക്കെ അങ്ങനെയായിരുന്നു. അതായത് ഈവൻ കുട്ടികൾ പോലും ഇത്ര പ്ലാസ്റ്റിക് വേസ്റ്റ് അവർ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട് കൊടുത്താൽ അവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്, എഗ്ഗ് കൊടുക്കുന്നുണ്ട്, റൈസ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പല സിസ്റ്റംസ് അവർ കൊണ്ടുവന്നു. ഇനിഷ്യലി കൊണ്ടുവന്നതിന് ശേഷം ഇറ്റ് വാസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇഫക്റ്റീവ് സിസ്റ്റം. ക്ലീൻ എന്ന് പറഞ്ഞൊരു ക്ലീൻ ക്യാമ്പസ് ഇത് തന്നെ ഒരു ക്യാമ്പയിൻ തന്നെ അവർ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടാകും. അപ്പം നമ്മൾ ആ റൂട്ട് കോസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് ഐഡിയ കൊണ്ടുവരാൻ പറ്റൂ. ഇനി കറണ്ട് ഓൾട്ടർനേറ്റീവ്സ് ഇപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അതാത് പ്രശ്നമാണ്. ഇപ്പോഴത്തെ നമ്മുടെ പ്ലാസ്റ്റിക്കായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ നമുക്ക് ഹരിതകർമ്മ സേന തൊട്ടുള്ള പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അതെന്തൊക്കെയാണ്?
ഷോർട്ട് കമ്മിങ്സ് ആണ് കറണ്ട് ഓൾട്ടർനേറ്റീവ് ശരിയല്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾക്ക് ഈ പ്രോബ്ലം ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് കൃത്യമായിട്ടും കാണിക്കണം. ഇതൊക്കെയാണ് ഷോർട്ട് കമ്മിങ്സ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ ഈ ഐഡിയ ഇറ്റ് ക്യാൻ റിയലി സോൾവ് ദിസ് ഇഷ്യൂ കോംപ്രിഹെൻസീവ്ലി എന്ന് ഞാൻ പറയാൻ കാരണം, ഇപ്പം ഇങ്ങനെ പലപ്പോഴും അവർ ചോദിക്കും, ഇവാലുവേറ്റേഴ്സ് ചോദിക്കാറുണ്ട്, എക്സ്പേർട്സ് ചോദിക്കും, വി ഹാവ് എ മെക്കാനിസം, വൈ ഡു യു വോണ്ട് ടു റീപ്ലേസ് ദാറ്റ് മെക്കാനിസം? കൃത്യമായിട്ട് കുട്ടികൾ പറയാൻ പറ്റണം, ദിസ് മെക്കാനിസം ഹാവ് പിറ്റ് ഫോൾസ്, ഇറ്റ് ഹാസ് ഡീമെറിറ്റ്സ്. സോ ബിക്കോസ് ഓഫ് ദിസ് we are trying to bring a system where it can comprehensively solve the issue without any issues left. അപ്പോൾ അങ്ങനെ ഒരു ഫുൾ പ്രൂഫ് സിസ്റ്റമാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് പറയാൻ പറ്റണം. അപ്പോൾ അതവിടെ കൃത്യമായിട്ട് കാണിക്കുക. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ള, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞു ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ള കൃത്യമായിട്ടും അതതിനെ കാണിക്കുക. ഇപ്പോഴത്തെ കൺസ്ട്രെയിൻസ് ആൻഡ് ചലഞ്ചസ് ഫേസ്ഡ് വിത്ത് ദ സൊല്യൂഷൻ പ്രൊവൈഡർ ഷുഡ് കീപ്പ് ഇൻ മൈൻഡ്. എന്തൊക്കെ കൺസ്ട്രെയിൻസ് ആണ് ഈ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. Then the financial and social impact. See, most of the problems have financial impact as well as social impact. Even emotional impact ഉണ്ട്. ഇപ്പോൾ ഹെൽത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണെങ്കിൽ ഓഫ് കോഴ്സ് പ്രോബ്ലംസ് ഓഫ് എൽഡർലിയിലൊക്കെ ആണെങ്കിൽ ഇമോഷണൽ ഇമ്പാക്റ്റും ഉണ്ട്, റൈറ്റ്? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ മാത്രമല്ല സോഷ്യൽ ഇമ്പാക്റ്റും ഉണ്ട്, സോ ഇമോഷണൽ ഇമ്പാക്റ്റും ഉണ്ട്. സോ ഇറ്റ് ക്യാൻ ഇമോഷണലി അഫക്ട് ദ പീപ്പിൾ. അപ്പോൾ അവർ ഇമോഷൻസിനെ കൂടെ നമ്മൾ പിന്നെ എടുത്തുകൊണ്ട് വേണം നമ്മൾ സൊല്യൂഷനിലേക്ക് വരാൻ. ഈ ഒരു 8 എലമെൻറ്റ്സ് കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്യാൻ നമ്മൾ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് കുട്ടികളെ. ആൻഡ് വി ഹാവ് ടു റിയലി ഗൈഡ് ദം. അപ്പം ഞാൻ ഈ പറഞ്ഞ തുടക്കം മുതൽ ഒരു ഐഡിയേഷനിലേക്ക്, ഞാനൊരു പ്രോബ്ലമായിട്ട് YAPക്ക് വരുന്നതിന് മുമ്പ് തന്നെ ചിന്തിക്കുന്നത് തന്നെ ഞാനൊരു പ്രോബ്ലം ടീമിൽ നിന്ന് എടുക്കുകയോ അതുപോലെ ഞാൻ പ്രോബ്ലം ഷെൽഫിൽ നിന്ന് എടുക്കുകയും 4Ws എന്ന് പറഞ്ഞ പ്രോബ്ലം ഡീകോഡിങ് ചെയ്യുകയും സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കണ്ടുപിടിക്കുകയും സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മാപ്പ് ചെയ്യുകയും അവരെ പോയി മീറ്റ് ചെയ്യുകയും അവരിൽ നിന്ന് ഇൻസൈറ്റ്സ് കളക്ട് ചെയ്യുകയും എന്നിട്ട് ഞാൻ അതിനെന്താണ് ചെയ്യുന്നത്, ഈ പ്രോബ്ലം ക്യാൻവാസിലേക്ക് എന്നിട്ടൊരു സ്റ്റേക്ക് ഹോൾഡർ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കുകയും അതിൽ നിന്ന് കിട്ടിയ ഇൻസൈറ്റ്സ് കൊണ്ടുവന്ന് ഞാനൊരു റൂട്ട് കോസ് അനാലിസിസ് ചെയ്തു, എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കി ഞാൻ അതിനെ പ്രോബ്ലം ക്യാൻവാസിലേക്ക് നിരത്തുക എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ട് ഫൗണ്ടേഷൻ നിരത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും എന്താണ് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനെ വേണം കൃത്യമായിട്ട് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ. നമ്മൾ ഹൗ മൈറ്റ് ബി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. സോ ഹൗ മൈറ്റ് ബി ഡു വാട്ട്, അവിടെ ഡാഷ് ഞാൻ ഇട്ടിരിക്കുന്ന ഹൗ മൈറ്റ് ബി വാട്ട് യു ആർ ഗോയിങ് ടു ഡു, ഫോർ ഹൂം, ആർക്ക് വേണ്ടി, ഇൻ ഓർഡർ ടു, എന്തിനാണ്, റിസൾട്ട് യു ലൈക്ക് ടു സീ. അപ്പോൾ ഞാൻ ആ സ്റ്റേക്ക് ഹോൾഡറിന് ഇപ്പോഴത്തെ പ്ലാസ്റ്റിക് വേസ്റ്റിന് എടുത്തപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ഹൗ മൈറ്റ് ബി reduce the dependency on single-use plastic. That is what I am going to do. Do what? For ആർക്ക് വേണ്ടി, everyday consumers and householders in order to എന്താണ്, promote a healthier lifestyle and protect the environment. അപ്പം എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഹെൽത്തിയർ ലൈഫ് സ്റ്റൈൽ ആൾക്കാർക്ക് പ്രൊമോട്ട് ചെയ്യാനും വേണ്ടി ഞാൻ കൊണ്ടുവരുന്ന ഇറ്റ് ക്യാൻ ബി എ ടെക്നോളജി ആപ്പ്, ഇറ്റ് ക്യാൻ ബി എ പ്രൊഡക്റ്റ്, ഓർ ഇറ്റ് ക്യാൻ ബി എ സിസ്റ്റം. അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പറയുക. അപ്പം ഇങ്ങനെ വേണം സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി. അപ്പം ഇത് ഒരാൾ വായിച്ചു നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാം, ആ ഗ്രൂപ്പ് ഓഫ് ഐഡിയേറ്റേഴ്സ് ദേ ആർ ട്രൈങ് ടു ഡു സംതിങ് ഫോർ എ സെറ്റ് ഓഫ് പീപ്പിൾ. അതാണ് നമ്മൾ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ആൻഡ് ദിസ് ഇസ് ദ റിസൾട്ട് ദേ ലൈക്ക് ടു സീ. ഈ ഒരു റിസൾട്ടിന് വേണ്ടി. അപ്പോൾ ആ റിസൾട്ടാണ് ആ പ്രോബ്ലം സൊല്യൂഷൻ. ഇത് കൃത്യമായിട്ടും സ്റ്റുഡൻസിനെ ക്യാപ്ചർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം എന്നാൽ മാത്രമേ നമ്മൾ കൃത്യമായിട്ട് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് ആ ഒരു ഐഡിയയിലേക്ക് അവർക്ക് വരാൻ പറ്റുള്ളൂ. പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പം ഞാൻ ഇതനുസരിച്ചിട്ട് എനിക്കറിയാം ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ഞാനൊരു സിസ്റ്റം ഉണ്ടാക്കണോ, ഒരു പ്രോസസ്സാണോ കൊണ്ടുവരേണ്ടത്, ഒരു പ്രോഡക്റ്റാണോ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലേക്ക് വേണം നമ്മൾ അവരുടെ മെൻറ്റർ ചെയ്യാൻ വേണ്ടി, ഈ രീതിയിൽ വേണം നമ്മൾ അവിടെ ഗൈഡ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ അവർക്ക് നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഐഡിയ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഫേസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതാണ് അവർ ഫസ്റ്റ് ഫേസ്. ഈ ഒരു രീതിയിലേക്ക് അവർ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ് അനുസരിച്ച് ഐഡിയ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിഫൈൻ ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള ഐഡിയ ആണ് അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പിന്നെ ഹാൻഡ് ഹോൾഡ് ചെയ്യും. അപ്പോൾ ആ ഐഡിയ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട വേറെ ഒന്നുമില്ല. ഒന്നെന്ന് പറയുന്നത് എല്ലാവരും കൂടി കൂട്ടായിട്ടിരുന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ ഐഡിയാസ് നമുക്ക് ഈ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ടാണെങ്കിൽ നമുക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് ഐഡിയ എന്നുള്ളത് അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ഇതേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മൾ പറയുന്നൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് സ്കാമ്പർ എന്ന് പറഞ്ഞ ടൂൾ. അപ്പോൾ എന്താണ് സ്കാമ്പർ? ഒരു പ്രോബ്ലം നമ്മുടെ മുമ്പിലുണ്ട്, പ്രോബ്ലം കൃത്യമായിട്ട് നമുക്കറിയാം,
ഇതിനെങ്ങനെ നമുക്കൊരു ക്രിയേറ്റീവ് ഒരു ഐഡിയ ആയിട്ട് മാറ്റാം. അപ്പോൾ ഇത് ബോബ് എബർലി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ബേസിക്കലി ഇത് സ്കാമ്പർ എന്ന ടൂൾ ക്രിയേറ്റ് ചെയ്തത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ്. അവർ പറയുന്നത് അതിനകത്ത് 3-4 സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ അതിന് S സ്റ്റാൻഡ്സ് ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ ഉള്ളതിനെ മാറ്റി എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് S സ്റ്റാൻഡ്സ് ഫോർ. കമ്പൈൻ, ചിലപ്പോൾ പല കാര്യങ്ങൾ ചേർത്ത് എനിക്ക് ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റാം. അതാണ് നമ്മൾ കമ്പൈൻ എന്ന് പറയുന്നത്. അഡാപ്റ്റ്, ട്വീക്കിംഗ് ദി എക്സിസ്റ്റിംഗ് സൊല്യൂഷൻ, ഇപ്പോൾ ഉള്ളതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റങ്ങൾ വരുത്തുക. Then M stands for modify, minify or magnify. അതിനെ മിനിഫൈ ചെയ്യാം, മാഗ്നിഫൈ ചെയ്യാം, അതിൻ്റെ ഫോം ചേഞ്ച് ചെയ്യാം, സൈസ് ചേഞ്ച് ചെയ്യാം, ആട്രിബ്യൂട്ട്സ് മാറ്റാം. അതല്ല പുട്ട് ടു അനദർ യൂസ്, പുതിയ ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങളെ കുട്ടികളിപ്പോൾ ഒരു ഐഡിയ, അത് ഞാൻ പറഞ്ഞ പ്രോബ്ലം ക്യാൻവാസ് ഉണ്ടാക്കി, പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി, ഹൗ മൈറ്റ് ബി സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇനി നമ്മൾ ആ അപ്പോൾ എനിക്ക് ക്ലിയറായി ഇതാണ് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്. ഇതിന് ഞാൻ കൊണ്ടുവരേണ്ട സൊല്യൂഷൻ നിങ്ങൾ ഇതിലേക്ക് ഒന്ന് മാറ്റി നോക്കുക. ഈ ഒരു സ്കാമ്പർ ടെക്നിക്ക് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ എങ്ങനെ സ്കാമ്പർ ടെക്നിക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ടും നിങ്ങൾക്കൊരു ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഒരു വാട്ടർ ബോട്ടിലിൻ്റെ റീഡിസൈനാണ്. നമുക്കറിയാലോ വാട്ടർ ബോട്ടിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ആ വാട്ടർ ബോട്ടിലിനെ റീഡിസൈൻ ചെയ്യണം. കാരണം ഇപ്പോഴത്തെ വാട്ടർ ബോട്ടിലിൻ്റെ എക്സിസ്റ്റിംഗ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഞാനത് മനസ്സിലാക്കി. അപ്പോൾ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി. അതായത് ഞാനൊരു ഹൗ മൈറ്റ് ബി പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്താ ചെയ്യുന്നത്? ആദ്യം S സ്റ്റാൻഡ്സ് ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട്. റീപ്ലേസ്, അപ്പോൾ ഇപ്പോഴത്തെ എല്ലാം പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ്. സോ റീപ്ലേസ് പ്ലാസ്റ്റിക് വിത്ത് ബയോഡീഗ്രേഡബിൾ മെറ്റീരിയൽസ് ലൈക്ക് കോൺ സ്റ്റാർച്ച് ഓർ ബാംബു. ഞാനൊരു എക്സാമ്പിളാണ് പറയുന്നത്. ക്യാൻ വി തിങ്ക് ഇൻ ദാറ്റ് ലൈൻ? സോ മൈ ഐഡിയ, ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് വെച്ചിട്ട് ഇതാണ്. ദെൻ C, കമ്പൈൻ, ഇൻ്റഗ്രേറ്റ് എ ബിൽറ്റ് ഇൻ വാട്ടർ ഫിൽട്ടർ ആൻഡ് ഹൈഡ്രേഷൻ ട്രാക്കിംഗ്. ഞാൻ അതിനകത്തൊരു ബിൽറ്റ് ഇൻ വാട്ടർ ഫിൽട്ടറും ഹൈഡ്രേഷൻ ട്രാക്കിങ്ങും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എനിക്ക് അറിയാൻ പറ്റും. ഹൈഡ്രേഷൻ ട്രാക്കിംഗ് പറ്റും, ഒരു വാട്ടർ ഫിൽട്ടറും കൂടെ ഉണ്ടെങ്കിൽ വെള്ളം നല്ല ശുദ്ധീകരിച്ച നല്ല വെള്ളം എപ്പോഴും കുടിക്കാൻ പറ്റും. ദെൻ അഡാപ്റ്റ്, എന്തൊക്കെ മാറ്റങ്ങളാണ്? ബോറോ കൊളാപ്സബിൾ ഡിസൈൻ ഫ്രം ട്രാവൽ കപ്സ്. സോ ബേസിക്കലി ഇതിനകത്ത് നമുക്ക് കുടിക്കാനായിട്ടുള്ളൊരു ഇതുകൂടി നമുക്ക് അതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ, ഡിസൈനിൽ കൊണ്ടുവരാൻ പറ്റുമോ, നമ്മൾ ചിന്തിക്കുകയാണ്. പുട്ട് ടു അനദർ യൂസ്, ട്രാൻസ്ഫോം ഇൻ ടു എ പ്ലാന്റ് പോട്ട്സ് ഓർ ബിൽഡിംഗ് ബ്ലോക്സ് ആഫ്റ്റർ യൂസ്. ഇതിന് ശേഷം നമ്മൾ ദൂരെ എറിയാതെ ഇതിനെ ഒരു പ്ലാന്റ് പോട്ടായിട്ടോ ഒരു ബിൽഡിംഗ് ബ്ലോക്കായിട്ടോ ഉപയോഗിക്കാൻ പറ്റും. ഇത് ചുമ്മാ ഒരു വിയേർഡ് തോട്ടാണ്. അപ്പോൾ ഈ എങ്ങനെ സ്കാമ്പർ ഉപയോഗിക്കുന്നു എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടി അതിനെ കുറച്ചുകൂടി ഞാനൊന്ന് ഡീറ്റെയിൽ ആക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ബയോഡീഗ്രേഡബിൾ മെറ്റീരിയൽസ് ഇൻസ്റ്റെഡ് ഓഫ് പ്ലാസ്റ്റിക്. ഓക്കെ. കമ്പൈൻ, ആഡ് ബിൽറ്റ് ഇൻ വാട്ടർ ഫിൽട്ടർ ഓർ റീഫില്ലിംഗ് എനിവെയർ റീഫില്ലിംഗ് എന്ന് പറഞ്ഞൊരു മെക്കാനിസം. അപ്പോൾ നമുക്ക് ബിൽറ്റ് ഇൻ വാട്ടർ ഫിൽട്ടർ ഉണ്ടെങ്കിൽ എവിടെ നിന്ന് എടുത്താലും ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്ന മെക്കാനിസം ഉണ്ട്. അഡാപ്റ്റ്, ബോറോ കൊളാപ്സബിൾ ഡിസൈൻ ഫ്രം ട്രാവൽ കപ്സ്. മോഡിഫൈ, മിനിമൈസ് കപ്പ് സൈസ് ആൻഡ് യൂസ് ഫ്ലിപ്പ് ടോപ്പ് നോസിൽ. ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. റൈറ്റ്. പുട്ട് ടു അനദർ യൂസ്, ട്രാൻസ്ഫോം ഇൻ ടു കപ്പ് ഓർ ബിൽഡിംഗ് ബ്ലോക്സ് ആഫ്റ്റർ യൂസ്. ചുമ്മാ എടുത്തെറിയാതിരിക്കാൻ വേണ്ടി. എലിമിനേറ്റ്, റിമൂവ് ലേബിൾസ് ആൻഡ് യൂസ് ലേസർ ഇച്ചിങ് ബ്രാൻഡ്സ്. ചുമ്മാ ലേബിളും പേപ്പർ അത് വീണ്ടും ഒരു വേസ്റ്റാണ്. അതിന് പകരം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. റിവേഴ്സ് ആൻഡ് റീഅറേഞ്ച്. ഫ്രീ ബോട്ടിൽസ്, ചാർജ് ഫോർ റീഫിൽസ്. ബോട്ടിൽ ഫ്രീ, നമ്മൾ ക്യാപ്റ്റിവേറ്റിംഗ് പ്രൈസിംഗ് എന്ന് പറയാം. ഫ്രീ ബോട്ടിൽസ്, ചാർജ് ഫോർ റീഫിൽസ്. ഇങ്ങനെ ഒരു ടെക്നിക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി ഇതിനകത്ത് ടെമ്പറേച്ചർ വേണമെങ്കിൽ നമുക്ക്, ഞാൻ അതിനകത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും, ക്യാൻ വി ഹാവ് മെക്കാനിസം സെൻസർ ടു അണ്ടർസ്റ്റാൻഡ് ദി ടെമ്പറേച്ചർ ഓഫ് ദി വാട്ടർ ഇഫ് ഇറ്റ്സ് ഹോട്ട് ഓർ ഈവൻ കോൾഡ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ലിറ്റർ സൈസ് എത്രമാത്രം ടോട്ടലുണ്ട്, അതായത് ഓരോ തവണ നമ്മൾ കുടിക്കുന്ന സമയത്ത് ഇനി എത്ര ഉണ്ടെന്നുള്ള അറിയാൻ പറ്റുന്ന ഒരു മെക്കാനിസം. ഇതൊക്കെ നമ്മൾ വിയർ തോട്ട്സ് ആണ്. സോ ആ പ്രോഡക്റ്റിന് നമ്മൾ വാല്യൂ അഡീഷനും അത് പല ഇഷ്യൂസുകളും സോൾവ് ചെയ്യാനും പറ്റുകയാണ്. പല ഇഷ്യൂകളും സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വലിയൊരു യാത്രയ്ക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇത് വെള്ളം സാധനം കിട്ടിയാലും ഇതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഫിൽറ്ററിംഗ് ഉണ്ടെങ്കിൽ ആ വെള്ളം നല്ല വെള്ളമായിട്ട് മാറുന്നുണ്ട്. റൈറ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്കാമ്പർ ആസ് എ ടെക്നിക് ക്യാൻ ബി യൂസ്. അപ്പോൾ ഇത് നമുക്കൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ സ്കാമ്പർ പോലെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ഒരു നല്ല ഐഡിയയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ആ ഐഡിയ വേണം കുട്ടികൾ ബേസിക്കലി എന്ത് ചെയ്യാൻ, നമ്മുടെ YIPയിലേക്ക് കൊണ്ടുവരാൻ. ഇങ്ങനെ വെച്ച് അവർ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെജോറിറ്റി ഓഫ് ദി ഐഡിയാസ് വിൽ ഗെറ്റ് എ ഗുഡ് കവറേജ് ആസ് വെൽ ആസ് ട്രാൻസ്ലേഷൻ. ബിക്കോസ് അതിനൊരു വാല്യൂ അതിനകത്ത് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം കുട്ടികൾ വെറുതെ ചെയ്തതല്ല, ദേ വോക്ഡ്. അവർ പല രീതിയിലുള്ള ടൂളുകൾ ഉപയോഗിച്ച് എന്താണ് ആ ഐഡിയക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് അവർക്ക് അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അവർ കൊണ്ടുവരാൻ പറ്റും. അതാണ് ബേസിക്കലി ഇതിനകത്ത് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ബേസിക്കലി ദി ക്രക്സ് ഓഫ്
ഐഡൻറ്റിഫൈയിങ് എ പ്രോബ്ലം, going through or even demystifying or decoding the problem. First is identifying the problem from the problem theme, from the theme or from the shelf, then demystifying or decoding the problem statement using 5Ws. അവിടെ നിന്ന് നമ്മൾ സ്റ്റേക്ക് ഹോൾഡർ മാപ്പ് ചെയ്യുന്നു, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പോയി കാണുന്നു, മീറ്റ് ചെയ്യുന്നു, അവരിൽ നിന്ന് ഇൻസൈറ്റ്സ് കളക്ട് ചെയ്യുന്നു, അതിന് ആവശ്യമുള്ള ചോദ്യങ്ങൾ നമ്മൾ അവിടെ കൃത്യമായിട്ട് ചോദിക്കുന്നു, അതിൽ നിന്ന് കിട്ടിയ സാധനങ്ങളെ കൊണ്ട് നമ്മളൊരു അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് അതിൻ്റെ മൂലകാരണം കണ്ടുപിടിക്കുന്നു, അതിനെ നമ്മൾ കൃത്യമായിട്ട് ഈ ഇൻഫർമേഷൻസിലെല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു പ്രോബ്ലം ക്യാൻവാസ് ഉണ്ടാക്കുന്നു. പ്രോബ്ലം ക്യാൻവാസിൽ നിന്ന് നമ്മൾ ഹൗ മൈറ്റ് ബി സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് എഴുതുന്നു. ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് അതിന് ഐഡിയേഷൻ, നമ്മൾ സ്കാമ്പർ പോലെയുള്ള ടെക്നിക്ക് ഉപയോഗിച്ച് കൃത്യമായിട്ടും ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു സൊല്യൂഷൻ, ഒരു ഐഡിയ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇതാണ് ബേസിക്കലി ഒരു ഐഡിയേഷനിലേക്കുള്ളൊരു യാത്ര. ഇത്രയും നമ്മൾ ഇനിഷ്യലി ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു ഇനിഷ്യൽ സ്റ്റേജ് എന്നുള്ള രീതി ചെയ്തു കഴിഞ്ഞാൽ ഐ ക്യാൻ അഷ്വർ യു ദാറ്റ് മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ് അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി സൊല്യൂഷൻസ് which is or most of the ideas which comes from the students will have that value and it can also create an impact എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. So with this ഞാൻ ഇവിടെ നിർത്തുകയാണ്. Now I take